നമസ്കാരം. TCV പ്രൈം ടൈം ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കുഞ്ഞാലിക്കുട്ടിക്ക് എയർ നഗർ ബാങ്കിൽ 300 കോടിയിലധികം രൂപയുടെ കള്ളപ്പണമെന്ന് KT ജലീൽ. നിക്ഷേപം മുഴുവൻ കുഞ്ഞാലിക്കുട്ടി മന്ത്രിയായിരുന്നപ്പോൾ ഉണ്ടാക്കിയതെന്നും KT ജലീൽ. ജലീലിനെതിരെ വധഭീഷണി മുഴക്കിയയാളെ കസ്റ്റഡിയിലെടുത്തു. പ്രതിയെ പോലീസ് ചോദ്യം ചെയ്തു. പെരുവള്ളൂർ സ്വദേശി ഹംസയാണ് പിടിയിലായത്. ഹംസയുടേത് പെട്ടെന്നുള്ള പ്രകോപനത്തിനുള്ള നടപടിയെന്ന് പോലീസ്. സ്വാതന്ത്ര്യദിനത്തിൽ ട്രാൻസ്ജെൻഡേഴ്സിനായി തിരൂരിൽ വ്യവസായ സ്ഥാപനം യാഥാർത്ഥ്യമാവുന്നു. സെന്റർ ഫോർ ലോക്കൽ എംപവർമെന്റ് ആൻഡ് സോഷ്യൽ ഡെവലപ്മെന്റാണ് അദ്വൈത കൾച്ചറൽ സൊസൈറ്റിയുമായി ചേർന്ന് പദ്ധതി നടപ്പാക്കുന്നത്. റോഡ് തകർന്നിട്ട് വർഷങ്ങളായി, അധികാരികൾ തിരിഞ്ഞു നോക്കുന്നില്ലെന്ന് പരാതി. ഉഴൂർ ഇല്ലത്തപ്പടി കോട്ടുവാലപ്പീടിക റോഡിന്റെ ശോചനാവസ്ഥയിൽ പ്രതിഷേധിച്ച് നാട്ടുകാർ സമരത്തിനൊരുങ്ങുന്നു. വാക്സിൻ ചാലഞ്ച് നിർത്തിയപ്പോൾ പെറ്റി ചാലഞ്ച് ആരംഭിച്ചിരിക്കുകയാണ് പിണറായി സർക്കാർ എന്ന് BJP പാലക്കാട് മേഖലാ വൈസ് പ്രസിഡന്റ് KK സുരേന്ദ്രൻ. കേരളത്തിൽ ആശങ്കയുടെ ഉയർന്ന കോവിഡ് കേസുകൾ. 20,452 പേർക്ക് രോഗബാധ. TPR 14.35%. 16,856 പേർ രോഗമുക്തരായി. ജില്ലയിൽ 3010 രോഗികൾ. TPR 17.54%. 2167 പേർക്ക് രോഗമുക്തി. വിശദമായ വാർത്തകളിലേക്ക്. കുഞ്ഞാലിക്കുട്ടിക്ക് എയർ നഗർ ബാങ്കിൽ 300 കോടിയിലധികം രൂപയുടെ കള്ളപ്പണമെന്ന് KT ജലീൽ MLA. സഹകരണ വകുപ്പിന്റെ അന്വേഷണത്തിൽ ഇക്കാര്യങ്ങൾ കണ്ടെത്തിയെന്നും ജലീൽ പറഞ്ഞു. അംഗനവാടി ടീച്ചറുടെ അക്കൗണ്ടിൽ അവർ അറിയാതെ 80 ലക്ഷം രൂപ നിക്ഷേപിച്ചതായും കുഞ്ഞാലിക്കുട്ടിയുടെ അഴിമതി പണമാണിതെന്നും നിക്ഷേപം മുഴുവൻ കുഞ്ഞാലിക്കുട്ടി മന്ത്രിയായിരുന്നപ്പോൾ ഉണ്ടാക്കിയതാണെന്നും ജലീൽ ആരോപിച്ചു. മലപ്പുറം കണ്ണമംഗലം സ്വദേശിനിയായ അങ്കണവാടി ടീച്ചറുടെ AR നഗർ സർവീസ് സഹകരണ ബാങ്കിലെ അക്കൗണ്ടിൽ 80 ലക്ഷം രൂപ മുൻ ബാങ്ക് സെക്രട്ടറി VK ഹരികുമാർ വഴി കുഞ്ഞാലിക്കുട്ടി നിക്ഷേപിച്ചെന്നാണ് KT ജലീലിന്റെ പുതിയ ആരോപണം. അക്കൗണ്ട് ഉടമ അറിയാതെയായിരുന്നു നിക്ഷേപം. മെയ് 7-ന് ഇൻകം ടാക്സ് നോട്ടീസ് നൽകിയപ്പോഴാണ് അക്കൗണ്ട് ഉടമ നിക്ഷേപത്തെക്കുറിച്ച് അറിയുന്നത്. ഇവർ തിരൂരങ്ങാടി പോലീസിൽ പരാതി നൽകി. കുഞ്ഞാലിക്കുട്ടി മന്ത്രിയായിരുന്നപ്പോൾ ഉണ്ടാക്കിയ അഴിമതി പണമാണ് AR നഗർ സർവീസ് സഹകരണ ബാങ്കിൽ ഇത്തരത്തിൽ നിക്ഷേപിച്ചതെന്ന് KT ജലീൽ ആരോപിച്ചു. എത്ര കോടി രൂപയുടെ നിക്ഷേപം കള്ളപ്പണമായിട്ടുണ്ട് എന്നുള്ളതിനെ സംബന്ധിച്ച വ്യക്തമായ വിവരം കിട്ടും. അത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഞെട്ടിപ്പിക്കുന്നതാകും എന്നാണ് ഇന്ററിം റിപ്പോർട്ടിന്റെ വരികൾ സൂചിപ്പിക്കുന്നത്. ഈ ആളുകളില്ലാത്ത നിക്ഷേപം, ഫേക്ക് നിക്ഷേപം മുഴുവൻ ശ്രീ PK കുഞ്ഞാലിക്കുട്ടി മന്ത്രിയായിരുന്ന സമയത്ത് ഉണ്ടാക്കിയിട്ടുള്ള അഴിമതിപ്പണമാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. ഇൻകം ടാക്സിന്റെ നിർദ്ദേശമനുസരിച്ച് സഹകരണ വകുപ്പ് ഇൻസ്പെക്ഷൻ വിംഗ് നടത്തിയ പരിശോധനയിൽ AR നഗർ സഹകരണ ബാങ്കിൽ 300 കോടിയിലധികം രൂപയുടെ കള്ളപ്പണ നിക്ഷേപം ബോധ്യപ്പെട്ടതായും KT ജലീൽ പറഞ്ഞു. നേരത്തെ കുഞ്ഞാലിക്കുട്ടിയുടെ മകനെതിരെയും കള്ളപ്പണ നിക്ഷേപാരോപണം KT ജലീൽ ഉന്നയിച്ചിരുന്നു. KT ജലീലിനെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയ അയാൾ പിടിയിൽ. പെരുവള്ളൂർ സ്വദേശി ഹംസയെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. കൂലിപ്പണിക്കാരനായ ഹംസ പെട്ടെന്നുള്ള പ്രകോപനത്തിലാണ് വാട്സാപ്പ് സന്ദേശം അയച്ചതെന്ന് പോലീസ് വ്യക്തമാക്കി. തവനൂർ MLA ഡോക്ടർ KT ജലീലിനെ വാഹനമിടിച്ചു കൊലപ്പെടുത്തുമെന്ന് ഭീഷണിപ്പെടുത്തിയ കേസിലാണ് തേഞ്ഞിപ്പാലം പെരുവള്ളൂർ സ്വദേശി ഹംസയെ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. കഴിഞ്ഞ ദിവസം വാട്സാപ്പ് സന്ദേശമായാണ് ഭീഷണി ലഭിച്ചിരുന്നത്. ഇതേ തുടർന്ന് MLA പോലീസിന് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഹംസയെ പോലീസ് ചോദ്യം ചെയ്യലിനായി കസ്റ്റഡിയിലെടുത്തത്. കൂലിപ്പണിക്കാരനായ ഹംസ പെട്ടെന്നുള്ള പ്രകോപനത്തിലാണ് വാട്സാപ്പ് സന്ദേശം അയച്ചതെന്നും മറ്റുദ്ദേശങ്ങളൊന്നും ഇല്ല എന്നും വാഹനം ഓടിക്കാൻ അറിയില്ലെന്നും പോലീസ് വ്യക്തമാക്കി. സംഭവത്തിൽ കൂടുതൽ അന്വേഷണം നടത്തുമെന്ന് വളാഞ്ചേരി CI അഷ്റഫ് അറിയിച്ചു. ചോദ്യം ചെയ്യലിന് ശേഷം ഹംസയെ ജാമ്യത്തിൽ വിട്ടയച്ചു. വാഹനാപകടമുണ്ടാക്കി കൊലപ്പെടുത്തുമെന്നായിരുന്നു ഹംസയുടെ ഭീഷണി സന്ദേശം. കുടുംബം കുളം തോണ്ടുമെന്നും സന്ദേശത്തിലുണ്ടായിരുന്നു. തീയതി ഓർത്തുവെക്കാനും തന്റെ പേര് ഹംസ എന്നാണ് ഓർമ്മിപ്പിച്ചാണ് സന്ദേശം അവസാനിപ്പിക്കുന്നത്. MLAയുടെ സഹായി അസിസ്റ്റന്റ് DGPക്ക് പരാതി നൽകിയിരുന്നു. തെളിവായി ഓഡിയോ സന്ദേശവും പോലീസിന് കൈമാറിയിരുന്നു. സ്വാതന്ത്ര്യദിനത്തിൽ ട്രാൻസ്ജെൻഡേഴ്സിനായി തിരൂരിൽ വ്യവസായ സ്ഥാപനം യാഥാർത്ഥ്യമാവുന്നു. തിരൂർ SM പോളിടെക്നിക്കിന് കീഴിലുള്ള സെന്റർ ഫോർ ലോക്കൽ എംപവർമെന്റ് ആൻഡ് സോഷ്യൽ ഡെവലപ്മെന്റ് ലീഡ്സ് ജില്ലയിലെ ട്രാൻസ്ജെൻഡേഴ്സ് കമ്മ്യൂണിറ്റി കൂട്ടായ്മയായ അദ്വൈത കൾച്ചറൽ സൊസൈറ്റിയുമായി ചേർന്നാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. ജില്ലയിലെ ട്രാൻസ്ജെൻഡേഴ്സിന്റെ പുനരധിവാസവും സാമൂഹ്യ സാമ്പത്തിക സുരക്ഷയും ലക്ഷ്യം വെച്ച് തിരൂരിൽ സ്കിൽ ഡെവലപ്മെന്റ് സെന്റർ യാഥാർത്ഥ്യമാകുന്നു. തിരൂർ SM പോളിടെക്നിക്കിന് കീഴിലുള്ള സെന്റർ ഫോർ ലോക്കൽ എംപവർമെന്റ് ആൻഡ് സോഷ്യൽ ഡെവലപ്മെന്റ് ജില്ലയിലെ ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റി കൂട്ടായ്മയായ അദ്വൈത കൾച്ചറൽ സൊസൈറ്റിയുമായി ചേർന്നാണ് പദ്ധതി നടപ്പാക്കുന്നത്. തൃക്കണ്ടൂരിൽ ആരംഭിക്കുന്ന സ്ഥാപനം അദ്വൈത ലീഡ്സ് അപ്പാരൽ ഡിസൈൻ സ്കിൽ ഡെവലപ്മെന്റ് ആൻഡ് പ്രൊഡക്ഷൻ സെന്റർ എന്നാണ് അറിയപ്പെടുക.
ആദ്യഘട്ടത്തിൽ ഫാഷൻ അപ്പാരൽ ഡിസൈനിങ്ങും വസ്ത്രനിർമ്മാണവുമാണ് നടക്കുക. ഇതിനായി സംരംഭകർക്ക് കഴിഞ്ഞ ഒരു വർഷമായി പരിശീലനം നൽകി വരികയാണെന്ന് സംഘാടകർ പറഞ്ഞു. മലപ്പുറം ജില്ലയിലെ ട്രാൻസ്ജെൻഡേഴ്സിന് വേണ്ടിയിട്ട് അവരുടെ പുനരധിവാസവും സാമ്പത്തിക പുരോഗതിയും ലക്ഷ്യവെച്ചുകൊണ്ട് കേരളത്തിൽ തന്നെ അറിയപ്പെടുന്ന രീതിയിലുള്ള വലിയൊരു പദ്ധതി ആവിഷ്കരിക്കുകയാണ്. അവർക്ക് ഫാഷൻ ഡിസൈനിങ്ങിലും അതേപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട വസ്ത്രനിർമ്മാണം മറ്റു മേഖലയിലുള്ള ഒരു വലിയൊരു സ്ഥാപനം തിരൂർ കേന്ദ്രീകരിച്ചുകൊണ്ട് വരികയാണ്. ഏകദേശം 20ഓളം മെമ്പേഴ്സാണ് തിരൂരിൽ ആ കൂട്ടായ്മയിലുള്ളത്. അവർക്ക് കഴിഞ്ഞ ഒരു വർഷമായിട്ട് ഈ മേഖലയിൽ കൃത്യമായ ട്രെയിനിങ് പരിശീലനം നൽകിക്കഴിഞ്ഞു. അത് നിഫ്റ്റ് പോലത്തുള്ള ദേശീയ ഏജൻസികളുടെയും അതേപോലെ തന്നെ കുടുംബശ്രീ മിഷൻ്റെ കീഴിലുള്ള സംവിധാനങ്ങളൊക്കെ കൂടിയിട്ടാണ് അതിൻ്റെ ട്രെയിനിങ് കാര്യങ്ങളൊക്കെ നടത്തിയത്. അപ്പോൾ ഈ പദ്ധതിക്ക് ആവശ്യമായ സപ്പോർട്ടിംഗ് ലീഡ്സാണ് നൽകുന്നത്. സാങ്കേതിക സഹായം കേരള സ്റ്റാർട്ടപ്പ് മിഷൻ്റെ മലബാർ ഡൗൺ ടേബിളിൻ്റെ കീഴിലാണ്. സ്ഥാപനത്തിന്റെ പ്രവർത്തനോദ്ഘാടനം ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യദിനത്തിൽ വൈകിട്ട് 4 മണിക്ക് SSM പോളിടെക്നിക് ചെയർമാൻ കെ കുട്ടി കുട്ടി നിർവഹിക്കും. ട്രാൻസ് കമ്മ്യൂണിറ്റീസിന് ഒരുപാട് പേർക്ക് കൈത്തൊഴിൽ എന്ന് പറഞ്ഞാൽ സ്വയം അവർക്കൊരു ഫാഷൻ ഡിസൈനിങ്, അതുപോലെ തന്നെ സ്റ്റിച്ചിങ്, തയ്യൽ അങ്ങനത്തെ കുറേ മേഖലകളിൽ നല്ല പ്രാവീണ്യമുള്ള ആളുകളാണ്. അപ്പോൾ അവരിൽ പെട്ട ഇപ്പോൾ 24 പേരിലാണ് നമ്മളിപ്പോൾ ഏകദേശം 12 പേര് അതിലിപ്പോൾ ആദ്യത്തെ ഒരു ഈ ഫാഷൻ ഡിസൈനിങ് കോഴ്സ്, പിന്നെ അതുപോലെ തന്നെ ഡിസൈനിങ്, ഡ്രസ്സിൻ്റെ പല തരത്തിലുള്ള ഡിസൈനിങ്, ഇങ്ങനെയൊക്കെ വെച്ചുകൊണ്ട് നമ്മളിപ്പം അത് സ്റ്റാർട്ട് ചെയ്യുകയാണ്. കുറച്ചുകൂടി ഒന്ന് നമ്മളൊരു ഇപ്പോൾ അദ്വൈത ലീഡ്സ് എന്ന പേരിൽ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഒരുപാട് സന്തോഷമുള്ള കാര്യങ്ങൾ തന്നെയാണ്. കാരണം ലീഡ്സുമായിട്ട് ചേർന്നുകൊണ്ട് അല്ലെങ്കിൽ അവരുടെ എല്ലാ കാര്യങ്ങളിലും അവരുടെ സപ്പോർട്ടും, പിന്നെ അതുപോലെ തന്നെ കുടുംബശ്രീ, നമ്മുടെ ഷഫ്ന മാഡം, ഇവരുടെയൊക്കെ നല്ല രീതിയിലുള്ള സപ്പോർട്ടുകളുണ്ട്. അതുപോലെ തന്നെ നമുക്ക് എല്ലാ സൈഡിൽ നിന്നും സഹായങ്ങൾ തരാമെന്നുള്ള വാഗ്ദാനങ്ങളും എല്ലാവരുടെ സൈഡിൽ നിന്നും ഉണ്ടായിട്ടുണ്ട്. തിരൂരിലെ മറ്റുള്ള സംഘടനകളിൽ നിന്നൊക്കെ ഞങ്ങളെ കൊണ്ട് കഴിയുന്ന ഹെൽപ്പുകൾ നിങ്ങൾക്ക് അതിനു വേണ്ടി ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്. നഗരസഭാ ചെയർപേഴ്സൺ AP നസീമ രേഖകൾ കൈമാറും. തിരൂർ DSP കെ സുരേഷ് ബാബു വിശിഷ്ടാതിഥിയായി പങ്കെടുക്കും. വളരെയധികം ഒരുപാട് കാര്യങ്ങളിലാണ് ട്രാൻസ്ജെൻഡേഴ്സ് സമീപകാലങ്ങളിൽ ഇൻവോൾവ് ചെയ്തിട്ടുള്ളത്. എല്ലാതും അവരുടെ താല്പര്യവും അവരുടെ അഭിരുചിയും മുൻനിർത്തിയിട്ട് പ്ലാൻ ചെയ്തതായിരുന്നെങ്കിലും കുറേയൊക്കെ അവരുടെ സമൂഹത്തിന് മുൻനിരയിലേക്ക് അവർ അംഗീകരിക്കാത്ത ഒരു വല്ലാത്തൊരു സിറ്റുവേഷൻ കാരണം അവർക്ക് പലതും വൈൻഡപ്പ് ചെയ്യേണ്ടി വന്നു. എന്നിരുന്നാൽ കൂടി വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ അവരിപ്പോഴും ആഗ്രഹിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് വളരെ യാദൃശ്ചികമായിട്ടായിരുന്നു പോളിടെക്നിക്കിലെ വി ടോക്ക് എന്ന പ്രോഗ്രാമിലേക്ക് നേഹാസി മേനോനെ എനിക്ക് കൊണ്ടുപോകാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് അന്നത്തെ അവരുടെ ഒരു ലൈഫ് സ്റ്റൈൽ അല്ലെങ്കിൽ അവരുടെ ഒരു ജീവചരിത്രം തന്നെ അവരവിടെ പറയുകയുണ്ടായെങ്കിൽ അതിനെ തുടർന്ന് ലീഡ്സിൻ്റെ ഒരു നല്ല സപ്പോർട്ട് കുറേ വർഷങ്ങളായിട്ട് അവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. അതിൻ്റെ ഒരു പരിണിത ഫലമാണ് ശരിക്കും നമ്മളിവിടെ ചേർന്നിട്ടുള്ളത്. പോളിടെക്നിക് പ്രിൻസിപ്പൽ അബ്ദുൽ നാസർ കൈപ്പഞ്ചേരി ചടങ്ങിൽ അധ്യക്ഷത വഹിക്കുമെന്ന് സംഘാടകർ പറഞ്ഞു. വാർത്താസമ്മേളനത്തിൽ നെഹാസി മേനോൻ, മുജീബ് താനാളൂർ, S ഹാഷിം, A സഫ്ന, ദിൽഹ തുടങ്ങിയവർ പങ്കെടുത്തു. സർക്കാർ അനുമതി നൽകിയാൽ അംഗീകൃത അൺഎയ്ഡഡ് സ്കൂളുകൾ തുറന്ന് പ്രവർത്തിക്കാൻ സജ്ജമായതായി അംഗീകൃത സ്കൂൾ മാനേജ്മെന്റ് അസോസിയേഷൻ ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. വിദ്യാലയങ്ങൾ സാനിറ്റൈസ് ചെയ്തുകൊണ്ടും അധ്യാപകരും ജീവനക്കാരും വാക്സിൻ സ്വീകരിച്ചുകൊണ്ടും ക്ലാസുകൾ തുടങ്ങാൻ തയ്യാറെടുപ്പുകൾ നടക്കുകയാണെന്നും അവർ കൂട്ടിച്ചേർത്തു. സർക്കാർ അനുമതി നൽകുന്ന പക്ഷം അംഗീകൃത അൺഎയ്ഡഡ് സ്കൂൾ തുറന്നു പ്രവർത്തിക്കാൻ സജ്ജമായതായി അംഗീകൃത സ്കൂൾ മാനേജ്മെന്റ് അസോസിയേഷൻ ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. സ്കൂളുകളെല്ലാം സാനിറ്റൈസ് ചെയ്തു, അധ്യാപകരും ജീവനക്കാരുമെല്ലാം വാക്സിനേഷൻ എടുത്ത് തുടങ്ങിയിട്ടുണ്ട്. ഏറെക്കുറെ അത് പൂർത്തിയായി വരുന്നു. അതുപോലെ തന്നെ കുട്ടികൾക്ക് സാമൂഹിക അകലം പാലിച്ചുകൊണ്ടിരിക്കാനുള്ള ക്ലാസ് മുറികൾ സജ്ജമായിട്ടുണ്ട്. ഈ നിലക്ക് എത്രയും വേഗം വിദ്യാലയം ഗവൺമെൻറ് തുറക്കാൻ അനുവാദം തരണം. അങ്ങനെ അനുവാദം തരുന്ന പക്ഷം എല്ലാ കാര്യങ്ങളും സജ്ജമാക്കി അൺഎയ്ഡഡ് വിദ്യാലയങ്ങൾ തുറക്കാൻ തയ്യാറാണ് എന്ന കാര്യം സർക്കാരിനെ അറിയിക്കുകയാണ്. അതുപോലെ തന്നെ മറ്റ് സ്റ്റേറ്റുകളിലൊക്കെ തന്നെ സ്കൂൾ തുറന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ് പറയുന്നത് പ്രാദേശികമായിട്ട് നിയമം പാലിച്ചുകൊണ്ട് അതിനുള്ള സൗകര്യങ്ങൾ സ്റ്റേറ്റുകൾ ഒരുക്കണമെന്നാണ്. അപ്പോൾ അതെല്ലാം മനസ്സിലാക്കി നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെൻറ്റും ആ രംഗത്തേക്ക് വരണമെന്നാണ് ഞങ്ങൾക്ക് ഇവിടെ ആവശ്യപ്പെടാനുള്ളത്. വിദ്യാലയങ്ങൾ സാനിറ്റൈസർ ചെയ്തുകൊണ്ടും അധ്യാപകരും ജീവനക്കാരും വാക്സിൻ സ്വീകരിച്ചുകൊണ്ടും ക്ലാസുകൾ തുടങ്ങാൻ തയ്യാറെടുപ്പുകൾ നടത്തിവരികയാണ്. കോവിഡ് കാലത്ത് ഏറ്റവും മികച്ച ഓൺലൈൻ വിദ്യാഭ്യാസം കുട്ടികൾക്ക് നൽകാൻ അൺഎയ്ഡഡ് വിദ്യാലയങ്ങൾ കഴിഞ്ഞു. വിക്ടേഴ്സ് ചാനൽ മാത്രം ആശ്രയിച്ച് പഠനം നടത്തുന്നതിന് പകരം ആധുനിക സോഫ്റ്റ്വെയറുകൾ ഉപയോഗിച്ച് ഓൺലൈൻ അധ്യാപനം നടത്താൻ അൺഎയ്ഡഡ് വിദ്യാലയങ്ങൾക്ക് സാധിച്ചതുകൊണ്ട് തിളക്കമാർന്ന വിജയം ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചുവെന്നും ഭാരവാഹികൾ പറഞ്ഞു. ഇപ്പോൾ ഈ കഴിഞ്ഞ SSLC റിസൾട്ട് നമുക്കറിയാം 100% വിജയം തന്നെയാണ്. ഏറെക്കുറെ 100% കുട്ടികൾ വിജയിച്ചു. പക്ഷേ
100 മേനി കൊയ്ത വിദ്യാലയങ്ങൾ എടുത്ത് നോക്കിയാൽ അൺഎയ്ഡഡ് വിദ്യാലയങ്ങളാണ് മുന്നിലുള്ളത് കേരളത്തിൽ. അതുപോലെ തന്നെ ഹയർ സെക്കൻഡറി, ഏറ്റവും പ്രധാനമായ ഹയർ സെക്കൻഡറിയുടെ റിസൾട്ടാണ് ഇന്ന് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നത്. 100% കുട്ടികളെയും പരീക്ഷ എഴുതിയ കുട്ടികളെ മുഴുവൻ പാസ്സാക്കിയ വിദ്യാലയങ്ങളുടെ കണക്കെടുത്ത് നോക്കിയാൽ മലപ്പുറം ജില്ലയിൽ നിന്ന് മാത്രമല്ല സംസ്ഥാനത്തുടനീളം അൺഎയ്ഡഡ് വിദ്യാലയങ്ങളാണ് 100 മേനി കൊയ്തവർ. അപ്പോൾ സ്വാഭാവികമായും ഈ അൺഎയ്ഡഡ് വിദ്യാലയങ്ങളിലെ ഈ കോവിഡ് കാലത്തെ ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുള്ള വിദ്യാഭ്യാസം വളരെ പ്രയോജനം ചെയ്തു എന്നാണ് ഞങ്ങൾക്ക് മനസ്സിലായിട്ടുള്ളത്. ഇനി സ്കൂളുകൾ തുറന്നാൽ പോലും ഈ ടെക്നോളജി ബേസ്ഡ് ആയിട്ടുള്ള വിദ്യാഭ്യാസത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു നയം അൺഎയ്ഡഡ് മേഖല കൈക്കൊള്ളും എന്നുകൂടി അറിയിക്കുകയാണ്. 100% കുട്ടികളും വിജയിച്ച ഹയർ സെക്കൻഡറി സ്കൂളിൽ ഈ വർഷവും അംഗീകൃത അൺഎയ്ഡഡ് സ്കൂളുകളാണ് ജില്ലയിലും സംസ്ഥാനത്തും മുന്നിൽ എന്നത് ശ്രദ്ധേയമാണ്. SSLC+2 പരീക്ഷകളിൽ 100 മേനി കൊയ്ത മലപ്പുറം ജില്ലയിലെ അംഗീകൃത വിദ്യാലയങ്ങളെ KRSMA മലപ്പുറം ജില്ലാ കമ്മിറ്റി ആദരിക്കും. ആദ്യഘട്ടം ഓഗസ്റ്റ് 14 ശനിയാഴ്ച തിരൂർ ഫാത്തിമ ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടക്കും. തിരൂരങ്ങാടി വിദ്യാഭ്യാസ ജില്ലകളിലെ വിദ്യാലയങ്ങൾ പുരസ്കാരം ഏറ്റുവാങ്ങും. മന്ത്രി വി അബ്ദുറഹിമാൻ പരിപാടി ഉദ്ഘാടനം ചെയ്യും. മുൻ വിദ്യാഭ്യാസ മന്ത്രി നാലകത്ത് സൂപ്പിയെ ചടങ്ങിൽ ആദരിക്കും. കുറുക്കോളി മുദ്ദീൻ MLA, നഗരസഭാ ചെയർപേഴ്സൺ AP നസീമ എന്നിവർ പുരസ്കാരങ്ങൾ വിതരണം ചെയ്യും. വാർത്താ സമ്മേളനത്തിൽ സംസ്ഥാന പ്രസിഡന്റ് PK മുഹമ്മദ് ഹാജി, വർക്കിംഗ് പ്രസിഡന്റ് മുജീബ് പൂളക്കൽ, സംസ്ഥാന വൈസ് പ്രസിഡന്റ് B വേണുഗോപാൽ നായർ, സംസ്ഥാന കമ്മിറ്റി അംഗം V മൂസക്കുട്ടി മാസ്റ്റർ, ജില്ലാ പ്രസിഡന്റ് PV മുഹമ്മദ് മൗലവി, ജനറൽ സെക്രട്ടറി യൂസഫ് തൈക്കാടൻ, ട്രഷറർ അബ്ദുറഹിമാൻ സഖാഫി തുടങ്ങിയവർ പങ്കെടുത്തു. സംസ്ഥാനത്ത് സമ്പൂർണ്ണ വാക്സിനേഷൻ ഉടൻ നടപ്പിലാക്കണമെന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് തിരൂർ മണ്ഡലം കമ്മിറ്റി നിൽപ്പ് സമരം നടത്തി. DCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് K പത്മകുമാർ ഉദ്ഘാടനം ചെയ്തു. വാക്സിൻ എവിടെ സർക്കാരെ, വാക്സിൻ എവിടെ സർക്കാരെ, വാക്സിൻ എവിടെ സർക്കാരെ, വാക്സിൻ എവിടെ സർക്കാരെ, വാക്സിൻ നൽകൂ സർക്കാരെ, വാക്സിൻ നൽകൂ സർക്കാരെ, വാക്സിൻ നൽകൂ സർക്കാരെ, വാക്സിൻ നൽകൂ സർക്കാരെ. ചാനൽ ചർച്ചയിൽ വീം വിളക്കും, ചാനൽ ചർച്ചയിൽ വീം വിളക്കും, ചാനൽ ചർച്ചയിൽ വീം വിളക്കും, ചാനൽ ചർച്ചയിൽ വീം വിളക്കും. കേരളത്തിൽ സമ്പൂർണ്ണ വാക്സിനേഷനിലൂടെ നടപ്പിലാക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് യൂത്ത് കോൺഗ്രസ് തിരൂർ മണ്ഡലം കമ്മിറ്റി നിൽപ്പ് സമരം നടത്തിയത്. DCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് K പത്മകുമാർ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ കേരളത്തിൻ്റെ ആരോഗ്യ വകുപ്പ് മന്ത്രി നിയമസഭയിൽ പറഞ്ഞു, കേരളത്തിലെ എല്ലാവർക്കും കോവിഡ് വാക്സിനേഷൻ കൊടുക്കാൻ ഞങ്ങൾ തയ്യാറാണ്. എന്നാൽ എത്ര പേർക്ക് കൊടുത്തു എന്ന കണക്ക് പോലും ഈ ഗവൺമെൻറ് തരാൻ സാധിക്കാത്ത അവസ്ഥയെത്തിയിരിക്കുന്നു. ആവശ്യത്തിൻ്റെ മരുന്നുകൾ ഈ സംസ്ഥാനത്ത് ലഭ്യമല്ലാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. വാക്സിൻ മരുന്നെത്തിയാൽ ആ വാക്സിൻ എടുക്കേണ്ട സിറിഞ്ചിൻ്റെ ഷോർട്ടേജ്, സിറിഞ്ച് എത്തിയാൽ വാക്സിൻ്റെ ഷോർട്ടേജ്, അങ്ങനെ ഈ ഗവൺമെൻറ് ജനങ്ങളെ മുഴുവൻ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഗവൺമെൻറ് കേന്ദ്രത്തിൽ നിന്നും വാക്സിൻ മരുന്ന് വരണമെന്ന് ആവശ്യപ്പെട്ട് കാത്തിരിക്കുമ്പോൾ അതിന് പകരമായിക്കൊണ്ട് ഈ ഗവൺമെൻറ് തന്നെ നേരിട്ട് കമ്പനികളിൽ നിന്നും വാക്സിൻ വാങ്ങി ജനങ്ങൾക്ക് എത്തിക്കണമെന്നാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. വളരെ ഒരു തീരുമാനം 2 ദിവസം മുമ്പ് ഒരു ഗവൺമെൻറ് തീരുമാനം നമ്മൾ കാണുകയുണ്ടായി. ഒരു സാധാരണക്കാരൻ ഒരു കടയിൽ പോയി ഒരു സാധനം വാങ്ങണമെങ്കിൽ ഒന്നെങ്കിൽ വാക്സിനേഷൻ സർട്ടിഫിക്കറ്റ് വേണം, അല്ലെങ്കിൽ കോവിഡ് നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് വേണം. ഒരു 50 രൂപയുടെ സാധനം വാങ്ങാൻ ഒരു സാധാരണക്കാരൻ പുറത്തേക്ക് ഇറങ്ങണമെങ്കിൽ സർട്ടിഫിക്കറ്റ് വേണമെന്ന് ആവശ്യപ്പെടുന്ന ഗവൺമെൻറ് അത് നടപ്പിലാക്കാനുള്ള ആർജവും കൂടി കാണിക്കണമെന്നാണ് ഇന്ത്യൻ യൂത്ത് കോൺഗ്രസ് ആവശ്യപ്പെടുന്നത്. മണ്ഡലം യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് റഷാദ് വെളിയമ്പാട്ട് അധ്യക്ഷനായിരുന്നു. അഡ്വക്കേറ്റ് രതീഷ് കൃഷ്ണ, ജംഷീർ പാറയിൽ, സെയ്ദ് മുഹമ്മദ്, നൌഷാദ് പരനേക്കാട്, വിജയൻ, ഷറഫുദ്ദീൻ കണ്ടാത്തിൽ, ഷബീർ നെല്ലിയാളിൽ, അഷ്റഫ് ആളത്തിൽ, താജുദ്ദീൻ, അൻസാർ, ശ്യാം തിലക് തുടങ്ങിയവർ നേതൃത്വം നൽകി. നിയന്ത്രണം വിട്ട മിനി ലോറി താനൂർ ചിറക്കൽ കുളത്തിലേക്ക് മറിഞ്ഞു. ഡ്രൈവർ പരിക്കൊന്നും കൂടാതെ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. താനൂരിൽ നിന്നും കോഴിക്കോട്ടേക്ക് പോകുകയായിരുന്ന മിനി ലോറിയാണ് ചിറക്കൽ ചിറയിലേക്ക് മറിഞ്ഞത്. വെള്ളിയാഴ്ച വൈകിട്ട് 5 മണിയോടെയാണ് വാഹനം മറിഞ്ഞത്. എതിരെ വന്ന വാഹനത്തിന് സൈഡ് കൊടുക്കുന്നതിനിടയിലാണ് നിയന്ത്രണം വിട്ട് ചിറയിലേക്ക് മറിഞ്ഞത്. ചിറയിൽ വെള്ളം കൂടിയതിനാൽ ഡ്രൈവർ പരിക്കില്ലാതെ രക്ഷപ്പെട്ടു. വാഹനം ക്രെയിൻ എത്തി കരയിലേക്ക് കയറ്റി. റോഡ് തകർന്നിട്ട് വർഷങ്ങളായിട്ടും അധികാരികൾ തിരിഞ്ഞു നോക്കുന്നില്ലെന്ന് പരാതി. ഒടൂർ ഇല്ലത്തപ്പടി കോട്ടുവാലപ്പീടിക റോഡിന്റെ ശോചനീയാവസ്ഥയ്ക്ക് പരിഹാരം കാണാത്തതിൽ പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്ത്. താനാളൂർ ഒടൂർ പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന ഇല്ലത്തപ്പടി കോട്ടുവാലപ്പീടിക റോഡാണ് വർഷങ്ങൾ 15 പിന്നിട്ടിട്ടും അധികാരികളുടെ നിസ്സംഗത മൂലം ശോചനീയാവസ്ഥയിൽ തുടരുന്നത്. മഴക്കാലമായാൽ ചെളിയും കുണ്ടും കുഴിയും നിറഞ്ഞ് കാൽനട യാത്രയ്ക്ക് പോലും പ്രയാസം നേരിടുന്ന സ്ഥിതിയാണ്. ഒടൂർ പഞ്ചായത്ത് 16-ാം വാർഡും താനാളൂർ പഞ്ചായത്ത് 6-ാം വാർഡിന്റെ അതിർത്തി പങ്കിടുന്നത് റോഡിന്റെ ഇരുവശങ്ങളിലുമായാണ്. 168 മീറ്ററാണ് റോഡിന്റെ നീളം. 3 ലക്ഷം രൂപ ചെലവിൽ 60 മീറ്റർ റോഡ് കോൺക്രീറ്റ് ചെയ്തതൊഴിച്ചാൽ പിന്നീട് ഒരു പ്രവൃത്തിയും അധികാരികൾ ചെയ്തില്ലെന്നുള്ളതാണ് യാഥാർത്ഥ്യം. നിലവിലെ പഞ്ചായത്ത് ഭരണസമിതിക്ക് മുമ്പിലും നിവേദനം നൽകിയിരുന്നതായും കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ മുമ്പ് സ്ഥലം സന്ദർശിച്ചിരുന്നതായും പ്രദേശവാസികൾ പറഞ്ഞു. ഞങ്ങളുടെ റോഡിൻ്റെ ഒരു അവസ്ഥയാണിത്. കാരണം 15 വർഷമായി ഞങ്ങൾ റോഡിൻ്റെ ഈ ശോചനീയാവസ്ഥയിൽ മുന്നോട്ട് പോകുന്നു. ഇത്ര കാലങ്ങളായിട്ട്
മാറി വന്ന് 2 പഞ്ചായത്ത് ഇടതായാലും വലുതായാലും ഏത് പഞ്ചായത്തിലും ഞങ്ങൾ നിരന്തരം ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇതൊരു പ്രധാനപ്പെട്ട റോഡാണിത്. താനാട് പഞ്ചായത്തിൻ്റെയും ഒഴിയൂർ പഞ്ചായത്തിൻ്റെയും ബന്ധിപ്പിക്കുന്ന ഒഴിയൂർ പഞ്ചായത്തിൽ 16-ാം വാർഡിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഇന്ന് കേരളത്തിൽ ഇതേപോലത്തെ റോഡ് എവിടെയില്ല. കാരണം വെച്ചാൽ ഞങ്ങൾ പല വണ്ടിയായിട്ട് ബന്ധപ്പെടുന്ന പോകുന്ന ആൾക്കാർ ഇതേപോലത്തെ ശോചനീയാവസ്ഥയിൽ നടന്നു പോകാൻ പറ്റാത്ത ഒരവസ്ഥയിലെ റോഡ്. മഴക്കാലം വന്നാൽ തീരെ ജനങ്ങൾക്ക് വണ്ടിയായിട്ട് നടന്നു പോകാത്ത സൈഡിൽ കൂടെ നടന്നു പോവുകയാണെങ്കിൽ തന്നെ വെള്ളം തീർച്ചിട്ടും ഡ്രസ്സ് ബുദ്ധിമുട്ട് അത്രയും ബുദ്ധിമുട്ടിലാണ് ജനങ്ങൾ അനുഭവിക്കുന്നത്. ഈ റോഡിൻ്റെ വിഷയമായിട്ട് കഴിഞ്ഞ 5 വർഷം MLA-ആയിട്ട് റഹ്മാൻഖാനായിട്ട് വ്യക്തിബന്ധമുള്ള ആളുകളാണ്. നമ്മൾ ബന്ധപ്പെട്ടു, ഇവർ ശരിയാക്കി തരാം, അടുത്ത് ശരിയാവുന്നതാണ്. അങ്ങനെ പോയി. അതിൻ്റെ ഇടയിൽ പഞ്ചായത്തുമായിട്ട് ബന്ധപ്പെട്ടു. പഞ്ചായത്ത് പറഞ്ഞത് ഞങ്ങൾ ഫണ്ട് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് മുഴുവൻ 168 മീറ്ററാണ് ഇവിടുന്ന് ഉണ്ടായിരുന്നത്. ഈ 168 മീറ്ററിൽ വെറും 60 മീറ്റർ ശരിയാക്കിയിട്ട് ഫണ്ടില്ല, അടുത്ത പ്രാവശ്യം വെക്കാമെന്നും പറഞ്ഞു. എന്നിട്ട് ഈ പ്രാവശ്യം കഴിഞ്ഞ വർഷത്തിൽ 2 വർഷമായി ഇപ്പോൾ പഞ്ചായത്ത് MLA ഫണ്ട് വെച്ചു. അതിന് ശേഷം 10 ലക്ഷം ഫണ്ടുണ്ടെന്ന് പറഞ്ഞു. ആ ഫണ്ടും ഇപ്പോൾ ഒന്നും അല്ലാത്ത അവസ്ഥയിലാണ്. ജനങ്ങൾക്ക് നടക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ. അതേസമയം നിർമ്മാണ പ്രവൃത്തിക്കായി ടെൻഡർ എടുത്ത കരാറുകാരൻ മനഃപൂർവ്വം കാലതാമസം വരുത്തുകയാണെന്നും പറയുന്നുണ്ട്. റോഡിന്റെ ശോചനാവസ്ഥയ്ക്ക് ഉടൻ പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട നാട്ടുകാർ സമരത്തിനൊരുങ്ങുന്നുവെന്നാണ് സൂചന. നിരന്തരമായിട്ട് MLA ഓഫീസ് നമ്മൾ ബന്ധപ്പെട്ടിരുന്നു. റഹ്മാൻഖാൻ ഡയറക്റ്റ് വന്ന് സംസാരിച്ചിരുന്നു. എല്ലാം കഴിഞ്ഞു. പഞ്ചായത്ത് ഇപ്പോൾ വരുന്ന പഞ്ചായത്തിൽ നമ്മൾ പഞ്ചായത്ത് പ്രസിഡൻറ്റുമായിട്ട് ബന്ധപ്പെട്ടു. അവരും പറയുന്നത് ഇത് ടെൻഡർ കൊടുത്തിട്ടുണ്ട്, കോൺട്രാക്ടർ അത് എടുക്കാൻ അയാൾക്ക് നഷ്ടമാണ് സംഭവിക്കുന്നത്. അപ്പം നമ്മൾ അവരോട് പറഞ്ഞു, അങ്ങനെ ടെൻഡർ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിനൊരു ടൈം ഉണ്ടാവും. ആ ടൈമിന് ശേഷമെങ്കിലും ഞങ്ങൾക്ക് അവരൊരു ആക്ഷൻ എടുത്തുകൂടെയെന്ന് വെച്ചപ്പോൾ ടൈം കഴിഞ്ഞിട്ടില്ല, അങ്ങനെ ഇല്ല, 1 വർഷം കൂടി ഉണ്ട് എന്നൊക്കെയാണ് ഇവർ പറഞ്ഞത്. എന്തായിരുന്നാലും ഈ അവസ്ഥ നമ്മൾ താനാട് പഞ്ചായത്തിന് മുൻ ഏരിയ സെക്രട്ടറി, താനൂർ മുൻ ഏരിയ സെക്രട്ടറി ബന്ധപ്പെട്ട് എല്ലാവരുമായിട്ട് രാഷ്ട്രീയപരമായിട്ട് നമുക്ക് ഒരു വ്യക്തിപരമായ ഒരു രാഷ്ട്രീയമില്ലാത്ത ആളുകളെ നമ്മൾ നാട്ടുകാരാണ്. നമ്മൾ വീട് ഇതിൻ്റെ അടുത്ത് തന്നെയാണ്. ഈ ഒരു വിഷയത്തിൽ ഒഴിയൂർ പഞ്ചായത്തും താനാട് പഞ്ചായത്തുമായിട്ടും രണ്ടും കൂടി ബന്ധിപ്പിക്കുന്ന വിഷയമായതുകൊണ്ടും MLA മുമ്പിൽ ഇതൊക്കെ നമ്മൾ അവതരിപ്പിച്ചിട്ടുണ്ട്. ഇന്ന് 14 വർഷത്തോളമായി മിനിമം എൻ്റെ ഓർമ്മയിൽ ഈ റോഡ് ഈ അവസ്ഥയ്ക്ക് എടുക്കാൻ തുടങ്ങി. അതിന് ശേഷം വെറും ഫണ്ട് ഇറക്കുന്ന 3.5 ലക്ഷം രൂപ ഇറക്കിയിട്ട് ഒരു 61 മീറ്റർ കോൺക്രീറ്റ് ചെയ്യുകയല്ലാതെ ഇന്നേ വരെ ഈ ഭാഗത്തേക്ക് ഒരു പഞ്ചായത്ത് അധികാരികളോ നമ്മുടെ ജനപ്രതിനിധി എന്ന നിലയ്ക്ക് റഹ്മാൻഖയുടെ ഭാഗത്തു നിന്നോ ഒന്നും ഉണ്ടായിട്ടില്ല. കലഡോസ്കോപ്പ് ആകാശ് മിത്ര ശ്രേഷ്ഠ പുരസ്കാർ ജേതാവായി തിരൂർ TIC സ്കൂൾ വിദ്യാർത്ഥിനി VS ആയിഷ അലിനെ തിരഞ്ഞെടുത്തു. ഒരുപാട് കൗതുകം നിറഞ്ഞ വളരെ രസകരമായ ഒരു ടോപ്പിക്കാണ് നമ്മൾ ഇവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത്. നമ്മൾ കുഞ്ഞായിരിക്കുമ്പോൾ നമ്മുടെ അമ്മമാർ നമ്മൾ ആരെ കാണിച്ച രാത്രിയിൽ ഭക്ഷണം തന്നിരുന്നത്? അമ്പിളി അമ്മാവനല്ലേ. കലിഡോസ്കോപ്പ് വിദ്യാഭ്യാസ ചാനൽ സ്കൂൾ വിദ്യാർത്ഥികൾക്കായി സംസ്ഥാന തലത്തിൽ സംഘടിപ്പിച്ച ആകാശമിത്ര ശ്രേഷ്ഠ പുരസ്കാർ ജേതാവായി തിരൂർ പയ്യനങ്ങാടി TIC സെക്കൻഡറി സ്കൂൾ 4ാം ക്ലാസ് വിദ്യാർത്ഥിനി VS ആയിഷ അലീന അർഹയായി. ചന്ദ്രനും ചന്ദ്രന്റെ പ്രതീക്ഷയങ്ങളും എന്ന വിഷയത്തിലുള്ള ഡിജിറ്റൽ ക്ലാസ് അവതരണത്തിനാണ് അവാർഡ് ലഭ്യമായത്. ചന്ദ്രനും ചന്ദ്രന്റെ വിദ്യുക്ഷയങ്ങളും എന്ന ടോപ്പിക്കാണ് ഞാൻ തിരഞ്ഞെടുത്തിരുന്നത്. ഒരു ക്ലാസ് പോലെയാണ് ഞാൻ അവതരിപ്പിച്ചിരുന്നത്. മുൻപ് കലിഡോസ്കോപ്പ് ചാനലിന്റെ സംസ്ഥാന തലത്തിൽ സംഘടിപ്പിച്ച ലിറ്റിൽ സയന്റിസ്റ്റ് അവാർഡ്, ബെസ്റ്റ് ചൈൽഡ് ടീച്ചർ അവാർഡ്, മൂൺ ഡേ ക്യൂസ് വിന്നർ എന്നീ പുരസ്കാരങ്ങളും VS ആയിഷ അലീന സ്വന്തമാക്കിയിട്ടുണ്ട്. തിരൂർ പഴങ്കുളങ്ങര വൈലശ്ശേരി സഹീർ ജസീല ദമ്പതികളുടെ മകളാണ് ആയിഷ അലീന. കോവിഡ് മഹാമാരി കാലത്തും പ്രതിസന്ധികൾ അതിജീവിച്ച SSLC, +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ നിറമധൂർ പഞ്ചായത്ത് 5ാം വാർഡിലെ വിദ്യാർത്ഥികളെ വാർഡ് മുസ്ലിം യൂത്ത് ലീഗിന്റെ നേതൃത്വത്തിൽ ആദരിച്ചു. കോവിഡ് മഹാമാരി കാലത്തും പ്രതിസന്ധികൾ അതിജീവിച്ച് ഉന്നത വിജയം നേടിയ നിറമരുതൂർ പഞ്ചായത്ത് 5ാം വാർഡിലെ വിദ്യാർത്ഥികളെയാണ് വാർഡ് മുസ്ലിം യൂത്ത് ലീഗിന്റെ നേതൃത്വത്തിൽ ആദരിച്ചത്. ജില്ലാ പഞ്ചായത്ത് മെമ്പർ VKM ഷാഫി പരിപാടി ഉദ്ഘാടനം ചെയ്തു. വാർഡ് മുസ്ലിം ലീഗ് പ്രസിഡന്റ് KVO അബ്ദുൽ സലാം അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ മുസ്ലിം ലീഗ് താനൂർ മണ്ഡലം സീനിയർ വൈസ് പ്രസിഡന്റ് KC ബാവ, മണ്ഡലം യൂത്ത് ലീഗ് സെക്രട്ടറി സിറാജ് കാളാട്, പഞ്ചായത്ത് യൂത്ത് ലീഗ് ജനറൽ സെക്രട്ടറി സക്കറിയ ഉണ്ണിയാൽ, പഞ്ചായത്ത് മുസ്ലിം ലീഗ് യൂത്ത് ലീഗ് ഭാരവാഹികളും പങ്കെടുത്തു. കോവിഡ് പ്രതിസന്ധികളും CBSEയുടെ നിയന്ത്രണങ്ങളും മറികടന്ന CBSE പൊതുപരീക്ഷയിൽ മികച്ച വിജയമാണ് MA സെൻട്രൽ സ്കൂൾ താനൂർ നേടിയതെന്ന് സ്കൂൾ ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കോവിഡ് മഹാമാരിയുടെ പശ്ചാത്തലത്തിൽ സ്കൂളിന്റെ പ്രവർത്തനം ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൂടെ ആയിട്ട് പോലും എല്ലാ പരിമിതിക്കുള്ളിൽ നിന്നും മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ സ്കൂളിന് കഴിഞ്ഞിട്ടുണ്ടെന്ന് സ്കൂൾ അധികൃതർ അറിയിച്ചു. വളരെ കടലോര മേഖല അല്ലെങ്കിൽ തീരദേശ മേഖലയായ ഈ താനൂരിൽ ഇങ്ങനത്തെ ഒരു വിജയത്തിന് പര്യാപ്തമാക്കുന്നതിൽ സ്ഥാപനം വളരെയധികം മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്നൊക്കെ തന്നെ എല്ലാ നിലയിലുമുള്ള സപ്പോർട്ടുകൾ
വിദ്യാർത്ഥികൾക്ക് വേണ്ടി നൽകിയിട്ടുണ്ട് എന്നുകൂടെ ഞാൻ അറിയിക്കുകയാണ്. കഴിഞ്ഞ 18 വർഷമായി 10ാം ക്ലാസ്സിൽ 100% വിജയം കാഴ്ചവെക്കുന്ന സ്കൂൾ ഈ വർഷവും അതിന്റെ വിജയം ആവർത്തിച്ചു. കഴിഞ്ഞ 8 വർഷമായി 12ാം ക്ലാസ്സും 100% വിജയം കരസ്ഥമാക്കിയിട്ടുണ്ട്. മലപ്പുറം ജില്ലയിൽ നിന്നുള്ള മറ്റ് CBSE സ്കൂളുകളും കുറ്റിപ്പുറം ക്യാമ്പസ് സ്കൂൾ അടക്കമുള്ള സ്കൂളുകളൊക്കെ നല്ല വിജയശതമാനം ME CBSE സ്ഥാപനങ്ങൾക്ക് കാഴ്ചവെക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അത് പ്രധാന കാരണം MES നൽകുന്ന ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ എന്നുള്ള പോളിസി ഇവിടുത്തെ MES സമൂഹം, പ്രത്യേകിച്ച് ജീവനക്കാർ, ലോക്കൽ മാനേജ്മെന്റ് ഏറ്റെടുത്തത് കൊണ്ട് മാത്രമാണ്. ഈ വർഷം 12ാം ക്ലാസ്സിൽ പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികളിൽ ഫാത്തിമ ഷാബി 95% മാർക്കാണ് നേടിയത്. മറ്റു വിദ്യാർത്ഥികൾ ഡിസ്റ്റിങ്ഷനോടെ പാസ്സായി. 10ാം ക്ലാസ്സിൽ 23 കുട്ടികൾ പരീക്ഷ എഴുതിയതിൽ ആര്യ അജിത് കുമാർ 97% മാർക്ക് നേടി. 7 വിദ്യാർത്ഥികൾ 90% മുകളിലും 10 വിദ്യാർത്ഥികൾ ഡിസ്റ്റിങ്ഷനും 6 വിദ്യാർത്ഥികൾ ഫസ്റ്റ് ക്ലാസും നേടി. വാർത്താ സമ്മേളനത്തിൽ MES മലപ്പുറം ജില്ലാ പ്രസിഡന്റ് OC സലാഹുദ്ദീൻ, സെക്രട്ടറി മുഹമ്മദ് ഷാഫി, MES എഡ്യൂക്കേഷൻ ബോർഡ് സെക്രട്ടറി KMD മുഹമ്മദ്, വൈസ് ചെയർമാൻ ഡോക്ടർ മുജീബ് റഹ്മാൻ, സ്കൂൾ പ്രിൻസിപ്പൽ അനീഷ സുൽത്താന എന്നിവർ പങ്കെടുത്തു. ജില്ലയിൽ കോവിഡ് വാക്സിൻ സ്വീകരിച്ചവരുടെ എണ്ണം 18 ലക്ഷം കടന്നു. 18,04,129 പേർ പ്രതിരോധ വാക്സിൻ സ്വീകരിച്ചതായി ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സക്കീന അറിയിച്ചു. 2 ഡോസും സ്വീകരിച്ചവരുടെ എണ്ണം 5 ലക്ഷത്തിനടുത്തെത്തി. മലപ്പുറം ജില്ലയിൽ 18,04,129 ഡോസ് കോവിഡ് പ്രതിരോധ വാക്സിൻ വിതരണം ചെയ്തതായി ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ കെ സെക്കീന അറിയിച്ചു. ഇതിൽ 12,59,703 പേർക്ക് 1ാം ഡോസും 5,44,426 പേർക്ക് 2ാം ഡോസ് വാക്സിനുമാണ് നൽകിയത്. 18 മുതൽ 44 വയസ്സ് വരെ പ്രായമുള്ള 3,74,565 പേർക്ക് 1ാം ഡോസ് വാക്സിനും 91,309 പേർക്ക് 2ാം ഡോസ് വാക്സിനും നൽകി. 45 വയസ്സിന് മുകളിൽ പ്രായമുള്ള 7,84,013 പേർക്ക് ആദ്യഘട്ട വാക്സിനും 3,89,793 പേർക്ക് 2ാം ഘട്ട വാക്സിനുമാണ് നൽകിയിരിക്കുന്നത്. ആരോഗ്യ പ്രവർത്തകരിൽ 44,637 പേർക്ക് 1ാം വാക്സിനും 30,737 പേർക്ക് 2ാം ഡോസും നൽകിയിട്ടുണ്ട്. കോവിഡ് മുന്നണി പോരാളികളിൽ 22,941 പേർ 1ാം ഡോസും 19,687 പേർക്ക് 2ാം ഡോസും ലഭ്യമാക്കി. പോളിംഗ് ഉദ്യോഗസ്ഥരിൽ 33,547 പേർ 1ാം ഡോസും 12,900 പേർ 2ാം ഡോസ് വാക്സിനും നേരത്തെ സ്വീകരിച്ചിട്ടുണ്ട്. വാക്സിൻ ചാലഞ്ച് നിർത്തി ഇപ്പോൾ പെറ്റി ചാലഞ്ച് ആരംഭിച്ചിരിക്കുകയാണ് പിണറായി സർക്കാർ എന്ന BJP പാലക്കാട് മേഖലാ വൈസ് പ്രസിഡന്റ് KK സുരേന്ദ്രൻ പറഞ്ഞു. ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ചതിന് ശേഷം 125 കോടി രൂപ പെറ്റി അടിച്ച് പിരിച്ചെടുത്ത പിണറായി സർക്കാർ ലോകത്ത് തന്നെ റെക്കോർഡ് സൃഷ്ടിച്ചിരിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. വാക്സിൻ ചലഞ്ച് നിർത്തി ഇപ്പോൾ പെറ്റി ചലഞ്ച് ആരംഭിച്ചിരിക്കുകയാണ് പിണറായി സർക്കാർ എന്ന BJP പാലക്കാട് മേഖലാ വൈസ് പ്രസിഡന്റ് KK സുരേന്ദ്രൻ പറഞ്ഞു. ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ചതിന് ശേഷം 125 കോടി രൂപയാണ് പെറ്റി അടച്ച് പിടിച്ചെടുത്ത പിണറായി സർക്കാർ ലോകത്ത് തന്നെ റെക്കോർഡ് സൃഷ്ടിച്ചിരിക്കുകയാണെന്നും അദ്ദേഹം പരിഹസിച്ചു. കേന്ദ്ര സർക്കാർ സൗജന്യമായി വാക്സിൻ നൽകുമെന്ന് പറഞ്ഞപ്പോൾ വാക്സിൻ ചാലഞ്ച് നിർത്തിവെച്ച് അവസാനിപ്പിച്ച് പെറ്റി ചാലഞ്ച് ആരംഭിച്ചിരിക്കുകയാണ് സംസ്ഥാന സർക്കാർ. വാക്സിൻ ചാലഞ്ച് നിർത്തി പെറ്റി ചാലഞ്ച് ആരംഭിച്ചിരിക്കുന്നു. കഴിഞ്ഞ ഈ ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ചതിന് ശേഷം 125 കോടി രൂപയാണ് സംസ്ഥാന സർക്കാർ പെറ്റി അടിച്ച് പിരിച്ചെടുത്തത്. ലോകത്ത് ഒരു സർക്കാരും ഇതുപോലുള്ള ഒരു പെറ്റിയടി രാജ്യത്ത് ലോകത്ത് എവിടെയും നടന്നിട്ടില്ല. ലോകത്ത് തന്നെ പിണറായി വിജയൻ റെക്കോർഡ് സൃഷ്ടിച്ചിരിക്കുകയാണ്. 17 ലക്ഷം കേസുകളാണ് പെറ്റി കേസുകളാണ് കേരളത്തിൽ ഈ സർക്കാർ എടുത്തത്. ഈ സർക്കാർ കേരളത്തിലെ ജനങ്ങളെ പിടിച്ചു പറിക്കുന്ന സർക്കാരായി മാറിയിരിക്കുന്നു. BJP തിരൂർ നിയോജക മണ്ഡലം കമ്മിറ്റി തിരൂരിൽ നടത്തിയ ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു സുരേന്ദ്രൻ. BJP നിയോജക മണ്ഡലം പ്രസിഡന്റ് ശശി പരാരംഭത്ത അധ്യക്ഷത വഹിച്ചു. മനോജ് പാർശ്ശേരി, KP മണികണ്ഠൻ, ശശി കറുകയിൽ, സുരേഷ് പുന്നശ്ശേരി, സുബിത്, PT മോഹനൻ തുടങ്ങിയവർ പങ്കെടുത്തു. കോവിഡ് മഹാമാരി മൂലം കട തുറക്കാൻ കഴിയാതെ പ്രതിസന്ധിയിലായ വ്യാപാരിയുടെ മക്കൾക്ക് പഠന സഹായമൊരുക്കി മറ്റൊരു വ്യാപാരി. കോളേജ് ഫീസ് തിരൂർ ചേംബർ ഓഫ് കൊമേഴ്സ് പ്രസിഡന്റ് PA ബാബ കോളേജ് അധികൃതർക്ക് കൈമാറി. 2 മക്കൾക്ക് അവർ പഠനം നടത്തിയിരുന്ന വിദ്യാഭ്യാസ സ്ഥാപനത്തിലെ 2 വർഷത്തെ ട്യൂഷൻ ഫീസ് അടക്കാൻ കഴിയാതെ വന്ന സാഹചര്യത്തിലാണ് കോളേജിൽ അടക്കുവാനുള്ള മുഴുവൻ തുകയും ഉദാരമനസ്കരായ മറ്റൊരു വ്യാപാരി കൈമാറിയത്. ചടങ്ങിൽ തിരൂർ ചേംബർ ഓഫ് കൊമേഴ്സ് സെക്രട്ടറി സമദ് പ്ലസന്റ് അധ്യക്ഷനായിരുന്നു. ധനസഹായം തിരൂർ ചേംബർ ഓഫ് കൊമേഴ്സ് പ്രസിഡന്റ് PA ബാബ കോളേജ് അധികൃതർക്ക് കൈമാറി. വിദ്യാർത്ഥികളുടെ ഫീസ് ഇനത്തിൽ നാം ഇവിടെ നൽകപ്പെട്ടിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇത് സ്പോൺസർ ചെയ്ത കുടുംബത്തിന് ദീർഘായുസ്സും ആരോഗ്യം നൽകി അവരുടെ സ്ഥാപനം ലോകസ്ഥാനം വരെ സന്താന പരമ്പരകളായി മുന്നോട്ട് പോകാൻ ദൈവം അനുഗ്രഹിക്കുന്ന ആത്മാത്മ പാത്തോടൊപ്പം തന്നെ
ഈ കോവിഡ് കാലഘട്ടത്തിൽ ഒരു ചെറുകിട ഒരു തട്ടുകട വ്യാപാരി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിൽ സ്ഥാപനം അടച്ചുപൂട്ടുകയും 2.5 വർഷത്തോളം ഇവിടെ പഠിച്ചിരുന്ന കുട്ടികളുടെ അവരുടെ മക്കളുടെ ഫീസ് കൊടുക്കാൻ പറ്റുന്ന സാഹചര്യം ഉണ്ടായപ്പോൾ അത് മജീദ് മുഖേന നമ്മുടെ സമ്മതിനെ അറിയിക്കുകയും ജീവനക്കാരുടെ പ്രവർത്തന രംഗത്ത് ധീരമായി പ്രവർത്തിക്കുന്ന സമ്മതിനുള്ള ആളുകൾ അത് മറ്റുള്ള ആളുകളെ വിവരം അറിയിക്കുകയും അങ്ങനത്തെ ഒരു സാമ്പത്തിക സഹായം കൊടുക്കാൻ ഞങ്ങൾ തയ്യാറായി പറഞ്ഞ അടിസ്ഥാനത്തിലാണ് ഇന്ന് നമ്മൾ ഈ ധനസഹായം ഇവിടെ ചെയ്തിട്ടുള്ളത്. വ്യാപാര വ്യവസായ ഏകോപന സമിതിയും ചേർന്ന് നമ്മുടെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കുട്ടികളുടെ പഠന സൗകര്യാർത്ഥം അവരുടെ ഫീസിലേക്ക് സംഭാവന ചെയ്തിരിക്കുന്ന ഈ തുക അവരെ സംബന്ധിച്ചിടത്തോളം വലിയൊരു സഹായം തന്നെയാണ്. കോളേജിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു സഹായം തന്നെയാണ്. ഇത്തരത്തിലുള്ള ജീവകാരുണ്യ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകാൻ ഇനിയും എല്ലാവർക്കും സാമ്പത്തികമായിട്ടും കൂടാതെ തന്നെ അതിനുള്ള നല്ല മനസ്സുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട്. ചേംബർ ഓഫ് കൊമേഴ്സ് ട്രഷറർ പി ആർ റഷീദ്, എക്സിക്യൂട്ടീവ് അംഗങ്ങളായ മൊയ്തുഷ, നാസർ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ചു. നമ്മുടെ ഒരു ഹോട്ടൽ വ്യവസായം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു തട്ടുകട നടത്തിയിരുന്ന ഒരു പ്രവർത്തകൻ സാമ്പത്തികമായി വളരെ പിന്നോട്ട് പോവുകയും അവരുടെ കുട്ടികളെ ഈ APJ അബ്ദുൽ കലാം ഈ സ്ഥാപനത്തിലാണ് +2 2 സഹോദരങ്ങൾ പഠിച്ചിരുന്നു. അപ്പോൾ അവർക്കിവിടെ ഒരുപാട് 2 വർഷത്തെ പൂർണ്ണമായും തന്നെ എന്ന് പറയാം അവരുടെ ഫീസൊക്കെ കുടിശ്ശികയായി നിർത്തുകയും വലിയ ഒരു സാമ്പത്തിക ബാധ്യത ആയതുകൊണ്ട് കോളേജിനും അത് മുഴുവനായിട്ട് ഉൾക്കൊള്ളാനോ അല്ലെങ്കിൽ അത് ഒഴിവാക്കാനോ പറ്റാത്തൊരു സാഹചര്യം ഞങ്ങളിലുള്ള പോലെ തന്നെ ഇത്തരം സ്ഥാപനങ്ങൾ നടത്തുന്നവരും ഇതേ പ്രയാസം അനുഭവിക്കുന്നവരാണ്. വിദ്യാർത്ഥികളും നിരവധി കുടുംബങ്ങളും ഉപയോഗിക്കുന്ന വഴി സ്കൂൾ അധികൃതർ തടസ്സപ്പെടുത്തുന്നതായി പരാതി. പറപ്പൂതടം GLP സ്കൂളിലെ അധികൃതർക്കെതിരെയാണ് മുസ്ലിം ലീഗ് നിൽപ്പ് സമരം നടത്തിയത്. പറപ്പുത്തടം നൂറുൽ ഹുദ മദ്രസയിലേക്കും അങ്കണവാടിയിലേക്കുമുള്ള വിദ്യാർത്ഥികളും 12ഓളം കുടുംബങ്ങളും ഉപയോഗിക്കുന്ന വഴി സ്കൂൾ അധികൃതർ തടസ്സപ്പെടുത്തുന്നതായി ആരോപിച്ചാണ് മുസ്ലിം ലീഗ് നിൽപ്പ് സമരം നടത്തിയത്. പറപ്പുത്തടം GMLP സ്കൂളിലെ HM ഇൻചാർജിന്റെ ധിക്കാരപരമായ സമീപനമാണ് ഇതിന് പിന്നിലെന്നും പ്രതിഷേധക്കാർ ആരോപിച്ചു. സ്ഥിരമായി ഉപയോഗിക്കുന്ന വഴിയിൽ വാഹനങ്ങൾ ഇറക്കുമ്പോഴും കയറ്റുമ്പോഴും അടി തട്ടുന്നത് കൊണ്ട് പ്രദേശങ്ങളിലുള്ള വീടുകളിലെ രോഗികൾക്ക് അവരെ ശുശ്രൂഷിക്കാൻ വരുന്ന ആംബുലൻസ് പോലുള്ള മറ്റു വാഹനങ്ങൾക്കും പ്രയാസം നേരിടുന്നത് കൊണ്ടാണ് ചെറിയമുണ്ടം പഞ്ചായത്ത് യൂത്ത് ലീഗ് പ്രസിഡന്റ് സൽമാന്റെ നേതൃത്വത്തിൽ സ്ഥലം കോൺക്രീറ്റ് ചെയ്ത് ഗതാഗത യോഗ്യമാക്കിയത്. എന്നാൽ ഈ പ്രവൃത്തി കഴിഞ്ഞ ദിവസം നടന്നുകൊണ്ടിരിക്കെ പോലീസിനെ ഉപയോഗപ്പെടുത്തി തടസ്സപ്പെടുത്തുന്ന സമീപനമാണ് സ്കൂൾ അധികൃതർ കാണിച്ചതെന്ന് പ്രതിഷേധക്കാർ ആരോപിച്ചു. എത്രയോ പതിറ്റാണ്ടുകളല്ല നൂറ്റാണ്ടുകൾ തന്നെയായി മദ്രസയിലേക്കും ഇപ്പോൾ അവിടെ അംഗനവാടിയും അതിലുപരി ഇവിടെ ജനിച്ച് വളർന്ന ഈ നാട്ടുകാരായ 10-18ഓളം കുടുംബങ്ങൾക്കും ഒക്കെ ഉപകാരപ്പെടുന്ന ഒരു വഴിയാണ്. ഇവിടുത്തെ മുഴുവൻ ആളുകളും കൂടി ഒരു സമാധാനമായി ഒന്ന് ഇവിടുന്ന് അങ്ങോട്ട് ഇറങ്ങുന്ന ഭാഗം ഒന്ന് കോൺക്രീറ്റ് ചെയ്ത് ശരിപ്പെടുത്താൻ ശ്രമം ആരംഭിച്ചപ്പോൾ ടീച്ചറും PTA പ്രസിഡന്റും ഉൾപ്പെടെയുള്ള ആളുകൾ ഇടപെട്ടുകൊണ്ടാണ് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഇന്നലെ പോലീസിനെ വിളിച്ചു വരുത്തി യാതൊരു സംഘർഷ സാധ്യതയും യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാതിരുന്നൊരു പ്രദേശത്ത് പോലീസിനെ കൊണ്ടുവന്ന് വളരെ മോശമായ രീതിയിൽ ഈ വഴി നന്നാക്കുന്നത് തടസ്സപ്പെടുത്തുകയാണ് ഉണ്ടായത്. മുസ്ലിം ലീഗ് നേതാക്കളായ CK ഹിദായത്തുള്ള, C അബ്ദുൽ ഖാദർ, CK ഹൈദർ, നൌഷാദ്, സയ്യിദലവി, O സലീം, E മുനീർ, ഷെരീഫ് എന്നിവർ നേതൃത്വം നൽകി. CBSE പൊതുപരീക്ഷയിൽ മികച്ച വിജയം നേടിയ താനൂർ MES സെൻട്രൽ സ്കൂൾ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. താനൂർ മുനിസിപ്പൽ ചെയർമാൻ PP ഷംസുദ്ദീൻ അവാർഡുകൾ വിതരണം ചെയ്തു. കോവിഡ് മഹാമാരി പ്രതിസന്ധിക്കിടയിലും താനൂർ MES സെൻട്രൽ സ്കൂളിലെ 10-12 ക്ലാസുകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയാണ് അനുമോദിച്ചത്. ഇൻസൈറ്റ് 2021 എന്ന പേരിലാണ് അവാർഡ് ദാന ചടങ്ങ് സംഘടിപ്പിച്ചത്. ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് താനൂർ നഗരസഭാ ചെയർമാൻ PP ഷംസുദ്ദീൻ ഉപഹാരങ്ങൾ വിതരണം ചെയ്തു. നമ്മുടെ നാട്ടിൽ പൊതുവിദ്യാഭ്യാസമുണ്ട്. പൊതുവിദ്യാഭ്യാസ കാലത്ത് കുറച്ച് ആളുകൾ അതിനോട് വിമുഖത കാണിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയത്തായിരുന്നു നാട്ടിൽ ഇതേപോലെ ക്വാളിറ്റി വിദ്യാഭ്യാസത്തിൻ്റെ പേരിൽ ധാരാളം സ്കൂളുകൾ നാട്ടിലേക്ക് വന്നിട്ടുള്ളത്. ക്വാളിറ്റി വിദ്യാഭ്യാസം നിലനിർത്തിക്കൊണ്ടുപോകാനുള്ള പ്രയാസം എന്നുള്ളത് കൊണ്ട് തന്നെയാണ് പല സ്കൂളുകളും പാതി വഴി ഉപേക്ഷിച്ചു പോയിട്ടുണ്ട്. പ്രത്യേകിച്ച് എന്നെപ്പോലെയുള്ള പൊതുപ്രവർത്തകരായ ആളുകളൊക്കെ വരുമ്പോൾ പൊതുവിദ്യാഭ്യാസത്തിന് കൂടുതൽ പ്രാധാന്യം നൽകുന്ന തരത്തിലേക്ക് മുന്നോട്ട് പോകേണ്ടത് കൂടിയാണ്.
അത്തരത്തിലാണ് പൊതുവിദ്യാഭ്യാസത്തെ പിടിച്ചു നിൽക്കുന്നത്. അല്ലെങ്കിൽ പൊതുവിദ്യാഭ്യാസത്തെ സഹായിക്കുന്നതോടൊപ്പം തന്നെ ഇത്തരം ക്വാളിറ്റി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കൂടി നാട്ടിൻ്റെ വികസനത്തിന് വളർച്ചയ്ക്ക് അത്യാവശ്യമാണെന്നുള്ള രീതിയിൽ താനൂർ MBS കേരള ഘടകം താനൂരിനെ കൂടി പരിഗണിച്ച് നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട്. ഏറ്റവും എണ്ണപ്പെട്ട സ്കൂളുകളിൽ ഒന്നായി താനൂർ MBS സ്കൂളിന് മാറാൻ കഴിഞ്ഞു എന്നുള്ളത് അതിലേറെ അഭിമാനം നൽകുന്ന ഒരു കാര്യമാണ്. സ്കൂൾ മാനേജ്മെന്റ് ഭാരവാഹികളായ OC സലാഹുദ്ദീൻ, KMD മുഹമ്മദ്, കൈനിക്കര മുഹമ്മദ് ഷാഫി, ഡോക്ടർ മുജീബ് റഹ്മാൻ, സ്കൂൾ പ്രിൻസിപ്പൽ അനീഷ സുൽത്താന, PTA ഭാരവാഹികളായ അഡ്വക്കേറ്റ് മുഹമ്മദ് റഫീഖ, ഫൈസൽ, നാസർ, അരുൺ ചേമ്പ്ര, വൈസ് പ്രിൻസിപ്പൽ ബീന റജ്ല തുടങ്ങിയവർ സംസാരിച്ചു. AK മാളും ബോംബെ ഗോൾഡ് ഡയമണ്ട്സും ബലിപെരുന്നാളിനോടനുബന്ധിച്ച് സംഘടിപ്പിച്ച മെഹന്തി ഫെസ്റ്റിലെ വിജയികൾക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു. AK ഗ്രൂപ്പ് ഇന്റർനാഷണൽ ചെയർമാൻ പാറപ്പുറത്ത് ബാവ ഹാജി വിതരണോദ്ഘാടനം നിർവഹിച്ചു. ബോംബെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് അതുപോലെ തന്നെ AK ഗ്രൂപ്പ് ഇന്റർനാഷണൽ AK മാൾ മെഹന്തി കോൺടെസ്റ്റിലെ വിന്നേഴ്സിനെ നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ട്. AK മാളും ബോംബെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സും ബലിപെരുന്നാളിനോടനുബന്ധിച്ച സംയുക്തമായി സംഘടിപ്പിച്ച മെഹന്തി ഫെസ്റ്റിലെ വിജയികൾക്കുള്ള സമ്മാന വിതരണോദ്ഘാടനം AK ഗ്രൂപ്പ് ഇന്റർനാഷണൽ ചെയർമാൻ പാറപ്പുറത്ത് ബാവ ഹാജി നിർവഹിച്ചു. തുടർന്ന് AK ഗ്രൂപ്പ് ഇന്റർനാഷണൽ ഡയറക്ടർ മുഹമ്മദ് കുട്ടി ഹാജി, ബോംബെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഡയറക്ടർ അബ്ദുൽ വഹാബ് എന്നിവർ ചേർന്ന് വിജയിയായ കോഴിക്കോട് മുക്കം സ്വദേശിനി ജന്നക്ക് ബോംബെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നൽകുന്ന ഡയമണ്ട് റിംഗ് സമ്മാനമായി നൽകി. വിജയികളായി തിരഞ്ഞെടുത്ത മറ്റു മത്സരാർത്ഥികൾക്ക് AK ഹൈപ്പർ മാർക്കറ്റ് നൽകിയ പ്രോത്സാഹന സമ്മാനങ്ങൾ തുടർന്ന് നടന്ന ചടങ്ങിൽ വിതരണം ചെയ്തു. AK മാൾ ജനറൽ മാനേജർ അഹമ്മദ് റഷീദ്, ഡെപ്യൂട്ടി ജനറൽ മാനേജർ സക്കറിയ പാറപ്പുറത്ത, മാനേജർമാരായ ഷുഹൈബ, ആഷിഫ്, ഷബീബ്, സഹദ്, അംസക്കുട്ടി എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. പാരീസിൽ മെസ്സിയുടെ അയൽക്കാരനായതിന്റെ അനുഭവം പങ്കുവച്ച് താനൂർ മൂലക്കൽ സ്വദേശി സമീർ. പാരീസിൽ മെസ്സി താമസിക്കുന്ന അതേ ഹോട്ടലിൽ തൊട്ടടുത്ത മുറിയിലാണ് താനൂർ സ്വദേശി സമീറും തൃശൂർ സ്വദേശി അനസും താമസിക്കുന്നത്. ഇരുവരും മെസ്സി എന്ന് അലറി വിളിക്കുന്നതും മെസ്സി ഇവരെ അഭിവാദ്യം ചെയ്യുന്നതുമായ വീഡിയോ ഇപ്പോൾ വൈറലാണ്. ഖത്തറിൽ ഷെയ്ഖ് തമീമിന്റെ സഹോദരന്റെ സഹായികളായി ജോലി ചെയ്യുന്ന സമീറും അനസും അവിചാരിതമായാണ് പാരീസിലെത്തിയത്. ഷെയ്ഖ് തമീമിന്റെ സഹോദരനൊപ്പം യൂറോപ്യൻ ടൂറിനിടയിലാണ് പാരീസിലെ റോയൽ മെൻക്യൂ ഹോട്ടലിൽ മുറിയെടുക്കുന്നതും. ഇരുവരും താമസിക്കുന്ന ഹോട്ടലിലെ അതേ 5ാം നിലയിൽ തൊട്ടടുത്ത മുറിയുടെ ബാൽക്കണിയിലാണ് ഇരുവരും ഫുട്ബോൾ ദൈവത്തെ തൊട്ടടുത്ത് കണ്ടത്. അതോടെ ആവേശം കൊണ്ട് ഇരുവരും മെസ്സി എന്ന് അലറി വിളിക്കാൻ തുടങ്ങി. Messi! Messi! Can I have? Oh my God! Can't believe this! ഒന്ന് വിഷ് ചെയ്യുമോ എന്ന് ഇരുവരും മെസ്സിയോട് ഇംഗ്ലീഷിൽ ചോദിക്കുന്നുമുണ്ട്. വിളികേട്ട മെസ്സിയുടെ മകൻ തിയാഗോ ചൂണ്ടിക്കാട്ടിയതോടെ മെസ്സി ഇരുവരെയും നോക്കി കൈവീശുകയും തള്ളവിരലുയർത്തി തംസപ്പ് ചെയ്യുകയും ചെയ്തു. Messi! 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 Can I have? Oh my God! Can't believe this! മെസ്സി രാത്രി എത്തുന്നുണ്ടെന്ന് രാവിലെ തന്നെ ഹോട്ടൽ ജീവനക്കാർ പറഞ്ഞറിഞ്ഞതായി സമീർ പിന്നീട് ഞങ്ങളോട് പ്രതികരിച്ചു. അടുത്തു കാണാൻ ആഗ്രഹമുണ്ടായിരുന്നെങ്കിലും നടക്കില്ലെന്നുറപ്പിച്ച് റൂമിലേക്ക് മടങ്ങിയിരുന്നു. എന്നാൽ വൈകുന്നേരമായപ്പോൾ ആരവം കേട്ട് മെസ്സി പോകുകയാണെന്ന് കരുതി പുറത്തിറങ്ങി. ആളുകൾ പുറത്തുനിന്ന് ബാൽക്കണിയിലേക്ക് നോക്കി കൈവീശുന്നത് കണ്ട് നോക്കിയപ്പോഴാണ് തൊട്ടടുത്ത മുറിയുടെ ബാൽക്കണിയിൽ മെസ്സിയെ കണ്ടത്. മിനിയാന്ന് മെസ്സിയുടെ കൂടെ സെൽഫി എടുക്കാൻ ഭാഗ്യം ലഭിച്ച അവരാണ്. എന്തായാലും വളരെ സന്തോഷമുണ്ട്, വളരെയധികം ഹാപ്പിയാണ്. പറയാനുള്ളത് ആകെ ഞാനും എൻ്റെ ഫ്രണ്ട്സും കൂടിയാണ് മിനിയാന്ന് ഉച്ചയ്ക്ക് ഒരു 12 മണിക്ക് ഹോട്ടലിലെ താഴെ ലോബിയിൽ പോയിരുന്നതാണ് മെസ്സിയെ കാണാൻ വേണ്ടി. അങ്ങനെ ഇരുന്നപാട് ഒരു 5 മിനിറ്റ് ഹോട്ടലിലെ റെസ്റ്റോറൻറ്റിലോട്ട് പാസ് ചെയ്തു. അങ്ങനെ അപ്പോൾ തന്നെ ഒരു ക്യൂരിയോസിറ്റി, എങ്ങനെയെങ്കിലുമൊക്കെ ഒരു സെൽഫി എടുക്കണം എന്നുള്ളത്. അങ്ങനെ ഏറെക്കുറെ ഇരുന്നു. ഒരു ഹാഫ് അവർ കഴിഞ്ഞപ്പോൾ എൻ്റെ കൂടെ ജോലി ചെയ്യുന്നവർ അവരുടെ ജോലി ഭാഗമായി അവർ തിരിച്ചു കൊടുത്തിട്ടുള്ളത് കൊണ്ട് വെയിറ്റ് ചെയ്തു. അങ്ങനെ ഏറെക്കുറെ ടൈം 3/4 മണിക്കൂർ, 1 അവർ, 1.5 അങ്ങനെ പോകുന്നവരും വരുന്നവരെല്ലാം അവർ ഗസ്റ്റാണ്. അവർ വലിയ ഗസ്റ്റുകളാണ്. അവർക്ക് പ്രോട്ടോകോൾ, സെക്യൂരിറ്റി എല്ലാം ഉണ്ട്. 10-20 സെക്യൂരിറ്റിൻ്റെ മിസ്സിൻ്റെ കൂടെ ചുറ്റിലും. വെറുതെ എടുക്കാൻ പറ്റില്ല, നീ തിരിച്ച് റൂമിൽ പോ.
നാട്ടിൽ അറിയപ്പെടുന്ന ഫുട്ബോൾ കമ്പക്കാരൻ കൂടിയാണ് താനൂർ മൂലക്കൽ സ്വദേശിയായ സമീർ. വർഷങ്ങളോളമായി ഖത്തറിലാണ് താമസം. ജീവനെ പോലെ സ്നേഹിക്കുന്ന മെസ്സിയെ തൊട്ടടുത്ത് കാണാൻ സാധിച്ചതിന്റെ അമ്പരപ്പ് സമീറിനും അനസിനും ഇതുവരെ മാറിയിട്ടില്ല. സംസ്ഥാനത്തെ കോവിഡ് കേസുകൾ 20,000-ന് മുകളിൽ തുടരുന്നു. 20,452 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 1,42,501 സാമ്പിളുകൾ പരിശോധിച്ചപ്പോൾ TPR 14.35%. 114 മരണങ്ങൾ കൂടി സ്ഥിരീകരിച്ചു. ആകെ മരണം 18,394 ആയി. 16,856 പേർ രോഗമുക്തരായി. സംസ്ഥാനത്ത് ഇന്ന് 20,452 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. മലപ്പുറം 3,010, കോഴിക്കോട് 2,426, എറണാകുളം 2,388, തൃശൂർ 2,384, പാലക്കാട് 1,930, കണ്ണൂർ 1,472, കൊല്ലം 1,378, തിരുവനന്തപുരം 1,070, കോട്ടയം 1,032, ആലപ്പുഴ 998, പത്തനംതിട്ട 719, കാസർഗോഡ് 600, വയനാട് 547, ഇടുക്കി 498 എന്നിങ്ങനെയാണ് ജില്ലകളിൽ നിന്ന് രോഗബാധ സ്ഥിരീകരിച്ചത്. കഴിഞ്ഞ 24 മണിക്കൂറുടെ 1,42,501 സാമ്പിളുകളാണ് പരിശോധിച്ചത്. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 14.35 ആണ്. കഴിഞ്ഞ ദിവസങ്ങളുണ്ടായ 114 മരണങ്ങളാണ് കോവിഡ് മൂലമാണെന്ന് ഇന്ന് സ്ഥിരീകരിച്ചത്. ഇതോടെ ആകെ മരണം 18,394 ആയി. ഇന്ന് രോഗം സ്ഥിരീകരിച്ചവരിൽ 63 പേർ സംസ്ഥാനത്തിന് പുറത്തുനിന്നും വന്നവരാണ്. 19,328 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത്. 960 പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ല. 101 ആരോഗ്യ പ്രവർത്തകർക്കാണ് രോഗം ബാധിച്ചത്. രോഗം സ്ഥിരീകരിച്ച് ചികിത്സയിലായിരുന്ന 16,856 പേർ രോഗമുക്തി നേടി. ജില്ലയിൽ രോഗികളുടെ എണ്ണം 3,000-ന് മുകളിലാണ്. 3,010 പേർക്ക് രോഗം സ്ഥിരീകരിച്ചു. 2,961 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗബാധ. 17.54% DPR. 1,741 പേരാണ് ജില്ലയിൽ ഇതുവരെ കോവിഡ് ബാധിച്ച് മരിച്ചത്. 2,167 പേർക്ക് രോഗമുക്തി. ജില്ലയിൽ വെള്ളിയാഴ്ച ആരോഗ്യമേഖലയിൽ പ്രവർത്തിക്കുന്ന 2 പേർക്കുൾപ്പെടെ 3,010 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. ഇതിൽ 2,961 പേർക്ക് രോഗികളുമായി നേരിട്ടുള്ള സമ്പർക്കത്തിലൂടെയും 159 പേർക്ക് ഉറവിടമറിയാതെയുമാണ് വൈറസ് ബാധയുണ്ടായത്. കൂടാതെ വിദേശത്തു നിന്നും ജില്ലയിലെത്തിയ 2 പേർക്കും ഇതര സംസ്ഥാനത്തു നിന്നെത്തിയ 6 പേർക്കും രോഗബാധ സ്ഥിരീകരിച്ചിട്ടുണ്ട്. 17.54% ജില്ലയിലെ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക്. 2,167 പേർ രോഗമുക്തരായതോടെ ജില്ലയിൽ കോവിഡ് ഭേദമായി സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചെത്തിയവരുടെ എണ്ണം 4,14,265 ആയി. 1,741 പേരാണ് ജില്ലയിൽ ഇതുവരെ കോവിഡ് ബാധിതരായി മരിച്ചത്. ജനാധിപത്യത്തെ സ്വതന്ത്രമാക്കുക എന്ന പ്രമേയത്തിൽ SYS മലപ്പുറം വെസ്റ്റ് ജില്ലാ കമ്മിറ്റി സമരസ്മൃതി സദസ്സുകൾ സംഘടിപ്പിക്കുന്നു. ഓഗസ്റ്റ് 15-ന് സ്വാതന്ത്ര്യദിനാഘോഷത്തിന്റെ ഭാഗമായി നടക്കുന്ന പരിപാടി ജില്ലയിൽ 3 കേന്ദ്രങ്ങളായി നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ജനാധിപത്യത്തെ സ്വതന്ത്രമാക്കുക എന്ന പ്രമേയത്തിൽ SYS മലപ്പുറം വെസ്റ്റ് ജില്ലാ കമ്മിറ്റി സമരസ്മൃതി സദസ്സുകൾ സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ താനൂരിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഈ സ്വാതന്ത്ര്യദിനം SYS ജനാധിപത്യത്തെ സ്വതന്ത്രമാക്കുക എന്നൊരു പ്രത്യേക ശീർഷകത്തിലാണ് ഇത്തവണ നടത്തുന്നത്. ജനാധിപത്യത്തെ സ്വതന്ത്രമാക്കുക എന്ന ശീർഷകത്തിൽ ഭരണവും ചരിത്രമൊക്കെ കൈയാളുന്നവർ 1857 മുതൽ 1947 വരെ നീണ്ടുനിന്ന വ്യത്യസ്ത സമയത്ത് നടന്ന രക്തരഹിതവും രക്തപങ്കിലവുമായ വ്യത്യസ്തങ്ങളായ സമരത്തിലൂടെയാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ടുള്ളത്. അതിൽ ഈ രാജ്യത്തെ എല്ലാ വിഭാഗം ജനങ്ങളും പങ്കെടുത്തിട്ടുള്ളുണ്ട്. മതമുള്ളവരും ഇല്ലാത്തവരും ഒക്കെ പങ്കെടുത്തിട്ടുണ്ട്. പക്ഷേ പുതിയ ചരിത്ര വായനയിൽ പലരെയും വെട്ടിക്കൊണ്ടുള്ള പലതും തിരസ്കരിച്ചു കൊണ്ടുള്ള ഒരു പുതിയ അവസ്ഥയാണ് ഈ പുതിയ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത്തരം ഒരു സാഹചര്യം ആയതുകൊണ്ട് തന്നെ ജനാധിപത്യത്തെ സ്വതന്ത്രമാക്കുക. സ്വാതന്ത്ര്യദിനാഘോഷത്തിന്റെ ഭാഗമായി നടക്കുന്ന പരിപാടി ജില്ലയിൽ 3 കേന്ദ്രങ്ങളായി നടക്കുക. വൈകിട്ട് 7:30 താനൂരിൽ വെച്ച് നടക്കുന്ന പരിപാടി NV അബ്ദുറസാഖ് സഖാഫിയുടെ അധ്യക്ഷതയിൽ കായിക വകുപ്പ് മന്ത്രി V അബ്ദുറഹ്മാൻ ഉദ്ഘാടനം ചെയ്യും. ഓരോ പ്രദേശത്തുള്ള വ്യത്യസ്തങ്ങളായ മതജനവിഭാഗങ്ങൾ സ്വാതന്ത്ര്യ ദിനത്തിലും അതിനുമായി ബന്ധപ്പെട്ട യുദ്ധങ്ങളിലും സമരങ്ങളിലും പങ്കെടുത്തിട്ടുണ്ട്. പക്ഷെ അതെല്ലാം തിരസ്കരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രത്യേക സാഹചര്യത്തിൽ ജനങ്ങളെ അത്തരം കാര്യങ്ങളൊക്കെ ബോധ്യപ്പെടുത്തി കൊടുക്കുക, ഓരോ സമര നായകരെയും ബോധ്യപ്പെടുത്തി കൊടുത്തുകൊണ്ടുള്ള ഒരു സ്വാതന്ത്ര്യ ദിനാഘോഷമാണ് ജനാധിപത്യത്തെ സ്വതന്ത്രമാക്കുക. അതിനെ തടങ്കിലിടരുത്. ഇന്ന് അതാണ് ഉള്ള അവസ്ഥ ഉള്ളത്. അപ്പോൾ SYS ജില്ലയിൽ 3 കേന്ദ്രങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ടിട്ട് തിരങ്ങാടി, പൊന്നാനി, താനൂരിലെ പരിപാടി നമ്മുടെ കേരള സംസ്ഥാന ഹജ്ജ് കായിക വഖഫ് മന്ത്രി V അബ്ദുറഹ്മാൻ ഓഗസ്റ്റ് 15-ന് അന്ന് വൈകുന്നേരം 7 മണിക്ക് നടക്കുന്ന വ്യത്യസ്ത പരിപാടികളുള്ള പരിപാടി ഉദ്ഘാടനം ചെയ്യും. സമരവിചാരം എന്ന വിഷയത്തിൽ CKM ഫാറൂഖ് പ്രഭാഷണം നടത്തും. സമരസ്മൃതി സദസ്സുകളിൽ അബു മുഫീദ താനാളൂരും PTA ആനക്കര സംഘവും അവതരിപ്പിക്കുന്ന സമരപാട്ടുകളും പ്രതിജ്ഞയും സമരസ്മൃതിയോടനുബന്ധിച്ച് സിയാറത്തും നടക്കും.
രാവിലെ 10-ന് വെളിയങ്കോട് വെച്ച് നടക്കുന്ന സമരസ്മൃതി പി നന്ദകുമാർ MLA ഉദ്ഘാടനം ചെയ്യും. ഉമർഖാദി സമരഭൂമികയിലെ ധീരസാന്നിധ്യം എന്ന വിഷയത്തിൽ ജില്ലാ പ്രസിഡന്റ് അബ്ദുറസാഖ് സഖാഫി പ്രഭാഷണം നടത്തും. വൈകിട്ട് 4:30-ന് തിരുരങ്ങാടിയിൽ വെച്ച് നടക്കുന്ന സമരസ്മൃതി കേരള ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ സി മുഹമ്മദ് ഫൈസി ഉദ്ഘാടനം ചെയ്യും. മമ്പുറത്തങ്ങൾ സമരരംഗത്തെ ആത്മീയ നേതൃത്വം എന്ന വിഷയത്തിൽ M അബൂബക്കർ പടിക്കൽ പ്രഭാഷണം നടത്തും. വാർത്താ സമ്മേളനത്തിൽ സയ്യിദ് ജലാലുദ്ദീൻ ജിലാനി വൈലത്തൂർ, അബ്ദുറഹ്മാൻ സഖാഫി മീനടത്തൂർ, ഹമാദ് അബ്ദുള്ള സഖാഫി താനൂർ, AP ഇസ്മായിൽ താനൂർ, ഷഫീഖ് റഹ്മാൻ അരീക്കാട് തുടങ്ങിയവർ പങ്കെടുത്തു. തിരൂർ നഗരസഭയുടെ വാക്സിനേഷൻ കേന്ദ്രത്തിൽ സബ് കളക്ടർ സൂരജ് ഷാജി IAS സന്ദർശനം നടത്തി. വാക്സിനേഷൻ ഡ്രൈവ് തിരൂരിൽ വിജയകരമാണെന്നും നഗരസഭയുടെ ഇടപെടൽ മാതൃകാപരമാണെന്നും അദ്ദേഹം പറഞ്ഞു. 60 വയസ്സിന് മുകളിലുള്ള മുഴുവൻ ആളുകൾക്കും ഓഗസ്റ്റ് 15-നകം വാക്സിൻ നൽകണമെന്നുള്ള സർക്കാർ ഉത്തരവ് വന്നതിന് പിന്നാലെയാണ് സബ് കളക്ടർ സൂരജ് ഷാജി തിരൂർ നഗരസഭയുടെ വാക്സിനേഷൻ കേന്ദ്രമായ തിരൂർ ടൗൺ ഹാൾ സന്ദർശിച്ചത്. വാക്സിനേഷൻ ഡ്രൈവ് തിരൂരിൽ വിജയകരമാണെന്നും നഗരസഭയുടെ ഇടപെടൽ മാതൃകാപരമാണെന്നും അദ്ദേഹം പറഞ്ഞു. നമ്മുടെ ഗവൺമെൻറ് ഒരു സ്പെഷ്യൽ ഗവൺമെൻറ് ഓർഡർ പുറപ്പെടുവിച്ചിരുന്നു. നമ്മുടെ ഇൻഡിപെൻഡൻസ് ഡേക്ക് മുമ്പായിട്ട് 60+ കാറ്റഗറിയിലുള്ള എല്ലാവർക്കും വാക്സിൻ എന്നുള്ളതാണ് ഗവൺമെൻറ്റിൻ്റെ ഒരു ഓർഡർ. അപ്പോൾ അതിൽ അത് എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സും, അതായത് നമ്മുടെ മെഡിക്കൽ ടീമും റവന്യൂ ഉദ്യോഗസ്ഥരും LSGDയും ഒരുമിച്ച് നിന്നാലേ നമുക്കത് അച്ചീവ് ചെയ്യാൻ പറ്റൂ. അപ്പോൾ അങ്ങനെയാണ് ഈ തിരൂർ മുനിസിപ്പാലിറ്റി ഇവിടെ നടത്തുന്ന ഈ വാക്സിനേഷൻ സെൻറ്ററിൽ ഞാൻ എത്തിയത്. അപ്പം മുനിസിപ്പാലിറ്റി ആണ് ശരിക്കും ഇവിടെ ആളെ കൊണ്ടുവരുന്നതിലും ഈ വാക്സിനേഷൻ സെൻറ്റർ നടത്തുന്നതിലും എല്ലാ ഹെൽപ്പും ചെയ്യുന്നത് മുനിസിപ്പാലിറ്റിയാണ്. അപ്പം ഇന്ന് രാവിലെ മുനിസിപ്പാലിറ്റി ചെയർപേഴ്സണും വൈസ് ചെയർപേഴ്സണും ഒക്കെ ആയിട്ട് സംസാരിച്ചിരുന്നു. അപ്പോൾ മാക്സിമം കോഓപ്പറേഷനും ആളെ എത്തിക്കുന്നതിൽ സഹായവും അവർ നമുക്ക് പറഞ്ഞിട്ടുണ്ട്. അവർ എല്ലാ സഹായം ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നത് നമുക്ക് തന്നിരിക്കുന്ന ഈ വാക്സിൻസ്, സ്പെഷ്യലായിട്ട് ഈ വാക്സിനേഷൻ ഡ്രൈവിന് വേണ്ടി നമുക്ക് തന്നിരിക്കുന്ന വാക്സിനുകൾ ഓഗസ്റ്റ് 15-നുള്ളിൽ തന്നെ നമുക്ക് എല്ലാം കൊടുത്തു തീർക്കാൻ പറ്റും. അതേപോലെ തന്നെ നമ്മുടെ വാക്സിനേഷൻ ഡ്രൈവിൽ ഇതുവരെ മലപ്പുറം ജില്ല പല കാര്യങ്ങളിലും 1-ാം നമ്പറിൽ തന്നെ ആയിരുന്നു. അപ്പോൾ നമ്മളിത് കൊടുത്തു തീർത്ത് നമ്മൾ ഈ ഒരു വാക്സിനേഷൻ ഡ്രൈവിലും ഏറ്റവും മുമ്പിൽ തന്നെ നിൽക്കുമെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. അതിന് തിരൂർ മുനിസിപ്പാലിറ്റിയും ബാക്കി എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സിൽ നിന്നും നമുക്ക് എല്ലാ സഹായവും ഇന്ന് ചെയർപേഴ്സൺ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഈ 2 ദിവസം കൊണ്ട് നമ്മുടെ ഈ ടാർഗറ്റ് ഗ്രൂപ്പിൻ്റെ കംപ്ലീറ്റ് വാക്സിനേഷൻ നമുക്ക് തീർക്കാൻ പറ്റുമെന്നാണ്. നഗരസഭയിലെ വാക്സിനേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയർപേഴ്സണുമായും വൈസ് ചെയർമാനുമായും ചർച്ച നടത്തിയതിനെ തുടർന്നാണ് വ്യാഴാഴ്ച ഉച്ചയോടെ സന്ദർശനം നടത്തിയത്. മുഴുവൻ വാർഡ് കൗൺസിലർമാരുടെയും നേതൃത്വത്തിൽ വാക്സിനേഷൻ പൂർത്തിയാക്കാനുള്ള ശ്രമം നടന്നുവരികയാണെന്ന് ചെയർപേഴ്സൺ AP നസീമ പറഞ്ഞു. ആഗസ്റ്റ് 15-നുള്ളിൽ 16 എബോവ് ഉള്ള എല്ലാ ആളുകളും വാക്സിനേറ്റഡ് ആയിരിക്കണമെന്ന് അതിൻ്റെ അടിസ്ഥാനത്തിൽ എല്ലാ വാർഡുകൾക്കും നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. എന്തായാലും സർക്കാരിൻ്റെ നിർദ്ദേശങ്ങൾ പൂർണ്ണമായും പാലിച്ച് എല്ലാവരെയും വാക്സിനേറ്റഡ് ആക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ സഹകരണവും നഗരസഭയുടെ ഭാഗത്തുനിന്നുണ്ട്. നമ്മുടെ വാക്സിൻ സെൻ്ററുകളും അത്യാവശ്യം നല്ല രീതിയിൽ സജ്ജീകരിച്ചിട്ടുണ്ട്. സബ് കളക്ടറും എല്ലാ വിധത്തിലുള്ള സഹായം ചെയ്യുന്നുണ്ട്. നല്ല രീതിയിൽ നടക്കുമെന്ന് തന്നെയാണ് വിശ്വാസം. 3/4 ഭാഗം ആയിട്ടുണ്ട്. ചില ആളുകൾ താല്പര്യപ്പെടാത്തതുണ്ട്. അവർക്ക് നമ്മൾ സ്പെഷ്യൽ മോട്ടിവേഷൻ കൊടുത്തിട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. വീട്ടിൽ പോയിട്ട് തന്നെ കിടപ്പ് രോഗികൾക്ക് വാക്സിൻ കൊടുക്കുന്നുണ്ട് ഇവിടുത്തെ ആരോഗ്യ ടീം. തഹസിൽദാർ P ഉണ്ണി, R സജീവ്, ചെയർപേഴ്സൺ AP നസീമ, വൈസ് ചെയർമാൻ P രാമൻകുട്ടി, ചേംബർ ഓഫ് കൊമേഴ്സ് സെക്രട്ടറി സമദ് പ്ലസിന് തുടങ്ങിയവർ സംബന്ധിച്ചു. സ്വാതന്ത്ര്യദിനത്തിൽ ആസാദിക അമൃത് ക്യാമ്പയിന്റെ ഭാഗമായി താനാളൂരിൽ ഹസ്തം ചാരിറ്റബിൾ ട്രസ്റ്റ് സംഘടിപ്പിക്കുന്ന ബിരിയാണി ചലഞ്ചിന് ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കിടപ്പിലായ രോഗികളുടെ പരിചരണവും പുനരധിവാസവും ലക്ഷ്യം വെച്ച കഴിഞ്ഞ 7 വർഷമായി താനാളൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഹസ്തം ചാരിറ്റബിൾ ട്രസ്റ്റ് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് ഫണ്ട് കണ്ടെത്തുന്നതിനായാണ് ഓഗസ്റ്റ് 15-ന് സ്വാതന്ത്ര്യദിനത്തിൽ ബിരിയാണി ചലഞ്ച് സംഘടിപ്പിക്കുന്നത്. താനാളൂരിലും പരിസരത്തുമുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെയും 400-ൽ പരം കിടപ്പിലായ രോഗികളെ ഹസ്തം അവരുടെ വീടുകളിലെത്തി പരിചരിക്കുന്നുണ്ട്. കിടപ്പിലായ രോഗികൾക്ക് ആഴ്ചയിൽ 7 ദിവസവും പരിചരണം നടത്തുന്നതിന് പുറമെ മരുന്ന്, ചികിത്സാ ചെലവ്, ഭക്ഷണ കിറ്റ് എന്നിവയും നൽകി വരുന്നുണ്ട്. ഇതിന് ഭീമമായ തുകയാണ് ഓരോ മാസവും ചെലവിടുന്നത്. കോവിഡ് മഹാമാരി കാരണം സാമ്പത്തിക പ്രതിസന്ധിയിലായ ഹസ്തത്തിന്റെ പ്രവർത്തന കാര്യക്ഷമമാക്കുന്നതിനാണ് ബിരിയാണി ചലഞ്ച് സംഘടിപ്പിക്കുന്നത്. താനാളൂർ, ഒഴിയൂർ, നെടുമരുന്തൂർ, താനൂർ മുനിസിപ്പാലിറ്റിൻ്റെ കുറച്ച് ഭാഗങ്ങളെല്ലാം കിടപ്പിലായ രോഗികളെ ചികിത്സിക്കുന്ന ഒരു സംവിധാനമാണ് ഹസ്തം ചാരിറ്റബിൾ ട്രസ്റ്റിന് ചെയ്യുന്നത്. പെനൻ പാലിയേറ്റീവ് ആയിരിക്കും. അപ്പോൾ 7 വർഷത്തോളമായി ഞങ്ങൾ ഹസ്തം പാലിയേറ്റീവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, കിടപ്പിലായ രോഗികളെ ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിലേക്ക് ഫണ്ട് കണ്ടെത്തുവാൻ വേണ്ടിയാണ് ഈ പ്രാവശ്യം ഞങ്ങൾ ഒരു ബിരിയാണി ചലഞ്ച് എന്നുള്ള ഒരു പരിപാടിയായിട്ട് വന്നിട്ടുള്ളത്. ഇത് ഞങ്ങളെ ചെയർമാൻ ഉണ്ടായിരുന്ന ആദ്യത്തെ CM മൊയ്തീൻ ബാവ എന്ന് പറയുന്നത് പുള്ളിയായിരുന്നു ഇതൊക്കെ നിയന്ത്രിച്ചു നടന്നിരുന്നത്. അദ്ദേഹത്തിൻ്റെ 4 മാസമായി അദ്ദേഹത്തിൻ്റെ മരണശേഷമാണ് ഇതിൻ്റെ ചെലവുകളും മറ്റതൊക്കെ ഞങ്ങൾ അറിഞ്ഞു തുടങ്ങിയിട്ടുള്ളത്. ഏകദേശം 1 ലക്ഷം രൂപയുടെ മീതെ ഒരു മാസത്തിന് ചെലവ് വരുന്നുണ്ട്. രോഗികൾക്ക് വേണ്ട മെഡിസിന്, പിന്നെ ഫുഡ്,
ബൈസ്റ്റാൻഡർക്കുള്ള ഫുഡുകൾ, പിന്നെ ഡോക്ടർ സപ്പോർട്ട്, എല്ലാ സപ്പോർട്ടുകളും കൊടുത്തിട്ടാണ് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പരിപാടിയുടെ ഉദ്ഘാടനം ഓഗസ്റ്റ് 14 ശനിയാഴ്ച വൈകിട്ട് 4 മണിക്ക് വട്ടത്താണി താനാള് റോഡിൽ പ്രത്യേകം സജ്ജമാക്കിയ പന്തലിൽ താനൂർ ഡിവൈഎസ്പി MY ഷാജി നിർവഹിക്കും. ജനപ്രതിനിധികൾ, രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക പ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുക്കും. നമ്മൾ അവിടെ പോയിട്ട് ഒരു പേഷ്യൻ്റെ വീട്ടിൽ പോവുകയാണെങ്കിൽ പേഷ്യൻറ്റിന് ഡോക്ടർ കെയർ മാത്രമല്ല കൊടുക്കുന്നത്. നമ്മൾ വളണ്ടിയേഴ്സ് ആദ്യം പോയിട്ട് അവർക്ക് വേണ്ടിയിട്ടുള്ള സാമ്പത്തിക ബുദ്ധിമുട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നോക്കിയിട്ട് നമ്മൾ റിപ്പോർട്ട് കൊടുക്കും ക്ലിനിക്കിൽ വന്നിട്ട്. എന്നിട്ടാണ് നമ്മൾ അവിടെ രോഗിനെ പോയി അന്വേഷിച്ച് ആ രോഗിക്ക് എന്തൊക്കെ ബുദ്ധിമുട്ടുണ്ട് അതൊക്കെ നോക്കിയിട്ട് സിസ്റ്റർ പോകേണ്ട കാര്യങ്ങളിൽ സിസ്റ്റർ പോവും, ഡോക്ടർ പോകേണ്ട കാര്യങ്ങൾ ഡോക്ടർ പോവും, അതൊക്കെ ചെയ്തു കൊടുക്കും. അപ്പോൾ ആ ഒരു ഇതിന് വേണ്ടിയിട്ടാണ്. പല പല രോഗികളുണ്ട്, എല്ലാ രോഗികളും വെൽ ഓഫ് ആയിരിക്കണം എന്നില്ലല്ലോ. നമ്മുടെ നാട്ടിൽ ഒരുപാട് നിർദ്ധരായിട്ട് രോഗികളുണ്ട്. അപ്പം എല്ലാവർക്കും ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് നല്ല ചികിത്സ കൊടുക്കാൻ പറ്റണമെന്നൊന്നുമില്ല. നമ്മൾ പോയിട്ട് ഇവർക്ക് ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്തു കൊടുക്കും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനത്തെ ഒരു പ്രോഗ്രാം നൽകിയിട്ടുള്ളത്. വാർത്താ സമ്മേളനത്തിൽ സംഘാടകരായ ഡോക്ടർ CN നഫ്തില, TP മുഹമ്മദ് റഫീഖ്, മുജീബ് താനാളൂർ, സൂപ്പർടെക് മുഹമ്മദ് കുട്ടി ഹാജി, NP ഉണ്ണി തുടങ്ങിയവർ പങ്കെടുത്തു. വ്യാപാരി വ്യവസായി സമിതി പുറത്തൂർ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ SLC +2 പരീക്ഷകളിൽ മികച്ച വിജയം നേടിയ അംഗങ്ങളുടെ മക്കൾക്ക് ഉപഹാരവും ക്യാഷ് അവാർഡും വിതരണം ചെയ്തു. പുറത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് CO ശ്രീനിവാസൻ ഉദ്ഘാടനം ചെയ്തു. കേരള സംസ്ഥാന വ്യാപാരി വ്യവസായി സമിതി പുറത്തൂർ യൂണിറ്റിന്റെ നേതൃത്വത്തിലാണ് SLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ അംഗങ്ങളുടെ വിദ്യാർത്ഥികൾക്ക് ഉപഹാരവും ക്യാഷ് അവാർഡും വിതരണം ചെയ്തത്. കാവിലക്കാട് ഇൻഡോർ സ്റ്റേഡിയത്തിൽ സംഘടിപ്പിച്ച പരിപാടി പുറത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് CO ശ്രീനിവാസൻ ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് ബാവ നെടിയടത്തിൽ അധ്യക്ഷനായിരുന്നു. വിദ്യാർത്ഥികൾക്കുള്ള ഉപഹാര സമർപ്പണം ജില്ലാ പഞ്ചായത്ത് അംഗം അഫ്സൽ നിർവഹിച്ചു. ടെക്സ്റ്റ് ബുക്ക് കിട്ടാത്ത കാലം, പാഠപുസ്തകങ്ങളിൽ ഒരു വിദ്യാർത്ഥി സമാധാനത്തെ കാലം, ഞങ്ങളൊക്കെ അങ്ങനെ സമാധാനത്തിൽ അനുഭവമുണ്ടാവാം. എൻ്റെ നാട്ടിൽ പോലും അതിലൊരു അനുഭവം. ചടങ്ങിൽ KK ജാഫർ, MP സിദ്ദീഖ്, ഉത്തമൻ, സമിതി ജില്ലാ ജോയിന്റ് സെക്രട്ടറി കാസിം വാടി തുടങ്ങിയവർ സംസാരിച്ചു. സംസ്ഥാന സർക്കാരിന്റെ തെറ്റായ വാക്സിൻ നയങ്ങൾ തിരുത്തുക, വാക്സിൻ വിതരണത്തിൽ അപാകത പരിഹരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് യൂത്ത് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ നിൽപ്പ് സമരം നടത്തി. സംസ്ഥാന സർക്കാരിന്റെ തെറ്റായ വാക്സിൻ നയങ്ങൾ തിരുത്തുക, വാക്സിൻ വിതരണത്തിൽ അപാകത പരിഹരിക്കുക തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് യൂത്ത് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ വില്ലേജ് ഓഫീസിന് മുന്നിൽ നിൽപ്പ് സമരം സംഘടിപ്പിച്ചത്. ഒടൂർ മണ്ഡലം യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന നിൽപ്പ് സമരം യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ഷാജി ബച്ചേരി ഉദ്ഘാടനം ചെയ്തു. നമുക്കറിയാം, ഈ കോവിഡിന്റെ ഈ പ്രയാസം അതിജീവിക്കുന്ന ഈ സമയത്ത് ഒട്ടനവധി ആളുകൾ ജോലിയില്ലാതെയും മറ്റു പ്രയാസങ്ങൾ അനുഭവിച്ച് കുടുംബം മര്യാദ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത സാഹചര്യത്തിൽ ആ സാഹചര്യം മുന്നോട്ട് പോകുന്ന ഈ വിഷയം നമ്മുടെ മുന്നിൽ നിൽക്കുമ്പോൾ അവർക്ക് അവരുടെ ജീവിതം പഴയ ശൈലിയിലേക്ക് കൊണ്ടുപോകുന്നതിന് ഒരേ ഒരു മാർഗം അവർക്ക് എല്ലാവർക്കും വാക്സിൻ നൽകുക എന്നുള്ളതാണ്. ആ വാക്സിൻ നൽകുന്ന വിഷയത്തിൽ സർക്കാർ കാണിക്കുന്ന അലംഭാവം, സ്വകാര്യ കമ്പനികൾക്ക് വേണ്ടിയിട്ടുള്ള ഈ തീരെ എഴുതി കൊടുത്തുകൊണ്ടുള്ള ഈ സർക്കാരിൻ്റെ മുന്നോട്ടുള്ള പോക്കിനെതിരെയുള്ള യൂത്ത് കോൺഗ്രസിൻ്റെ സമരം, ആ സമരത്തിന് നേതൃത്വം കൊടുത്തിട്ടുള്ള യൂത്ത് കോൺഗ്രസിൻ്റെ എല്ലാ സമരപരമായും ആദ്യമായി ജില്ലാ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിക്ക് വേണ്ടി അഭിവാദ്യം ചെയ്യുകയാണ്. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് വി അംസക്കുട്ടി ഹാജി, ഒടൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സജ്ന പാലേരി, പൊന്മടം ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് അനീഫ കള്ളിയാട്ട്, പി ദിനേശൻ, KC നിയോജക മണ്ഡലം പ്രസിഡന്റ് ജസീർ, സുലൈമാൻ പെരിജേരി, പി രാജീവ് ജുനൈസ്, MC അലി അക്ബർ, നിഹാൽ ഇസ്മായിൽ പെരിജേരി തുടങ്ങിയവർ പങ്കെടുത്തു. താനാളൂർ മണ്ഡലം യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി സംഘടിപ്പിച്ച നിൽപ്പ് സമരം മണ്ഡലം യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് PS അബ്ദുൽ ഹമീദ് ഹാജി ഉദ്ഘാടനം ചെയ്തു. യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സുബൈർ താനാളൂർ അധ്യക്ഷനായിരുന്നു. OP ഇബ്രാഹിംകുട്ടി, ഫാറൂഖ് പകര, PS കുഞ്ഞാലു, അനസ് ഘോഷ്, നാരായണൻ നജീബ് തുടങ്ങിയവർ സംസാരിച്ചു. BP അങ്ങാടി PT കുഞ്ഞാപ്പു ഹാജിയുടെ ഭാര്യ ചമ്മല കുഞ്ഞായിഷു അജുമ നിര്യാതയായി. 77 വയസ്സായിരുന്നു. മുൻ ഗ്രാമപഞ്ചായത്ത് അംഗം PT ഷെഫീഖ്, അബ്ദുൽ അസീസ്, PT ഭാവ, PT അബ്ദു, ഫാത്തിമ, സഫിയ, ഷംല, ആസിയ, മറിയ എന്നിവർ മക്കളാണ്. തിരുപ്പൂക്കയിൽ ഒരിക്കൽ മുഹമ്മദ് കുട്ടി മുസ്ലിയാർ നിര്യാതനായി. 74 വയസ്സായിരുന്നു. മറിയക്കുട്ടിയാണ് ഭാര്യ. അബ്ദുൽ നാസർ, സൈനുദ്ദീൻ, ജാഫർ, ഹാജറ, ഖൈറുനിസ, സമീറ എന്നിവർ മക്കളാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കുഞ്ഞാലിക്കുട്ടിക്ക് എയർ നഗർ ബാങ്കിൽ 300 കോടിയിലധികം രൂപയുടെ കള്ളപ്പണമെന്ന് KT ജലീൽ. നിക്ഷേപം മുഴുവൻ കുഞ്ഞാലിക്കുട്ടി മന്ത്രിയായിരുന്നപ്പോൾ ഉണ്ടാക്കിയതെന്നും KT ജലീൽ. ജലീലിനെതിരെ വധഭീഷണി മുഴക്കിയയാളെ കസ്റ്റഡിയിലെടുത്തു. പ്രതിയെ പോലീസ് ചോദ്യം ചെയ്തു. പെരുവള്ളൂർ സ്വദേശി ഹംസയാണ് പിടിയിലായത്. ഹംസയുടേത് പെട്ടെന്നുള്ള പ്രകോപനത്തിനുള്ള നടപടിയെന്ന് പോലീസ്. സ്വാതന്ത്ര്യദിനത്തിൽ ട്രാൻസ്ജെൻഡേഴ്സിനായി തിരൂരിൽ വ്യവസായ സ്ഥാപനം യാഥാർത്ഥ്യമാവുന്നു.
സെന്റർ ഫോർ ലോക്കൽ എംപവർമെന്റ് ആൻഡ് സോഷ്യൽ ഡെവലപ്മെന്റ് ആണ് അദ്വൈത കൾച്ചറൽ സൊസൈറ്റിയുമായി ചേർന്ന് പദ്ധതി നടപ്പാക്കുന്നത്. റോഡ് തകർന്നിട്ട് വർഷങ്ങളായി, അധികാരികൾ തിരിഞ്ഞു നോക്കുന്നില്ലെന്ന് പരാതി. ഒഴൂർ ഇല്ലത്തപ്പടി കോട്ടുവാലപ്പീടിക റോഡിന്റെ ശോചനാവസ്ഥയിൽ പ്രതിഷേധിച്ച് നാട്ടുകാർ സമരത്തിനൊരുങ്ങുന്നു. വാക്സിൻ ചാലഞ്ച് നിർത്തിയപ്പോൾ പെറ്റി ചാലഞ്ച് ആരംഭിച്ചിരിക്കുകയാണ് പിണറായി സർക്കാർ എന്ന് BJP പാലക്കാട് മേഖലാ വൈസ് പ്രസിഡന്റ് KK സുരേന്ദ്രൻ. കേരളത്തിൽ ആശങ്കയുടെ ഉയർന്ന കോവിഡ് കേസുകൾ 20,452 പേർക്ക് രോഗബാധ. TPR 14.35%. 16,856 പേർ രോഗമുക്തരായി. ജില്ലയിൽ 3010 രോഗികൾ. TPR 17.54%. 2,167 പേർക്ക് രോഗമുക്തി. ഇതോടുകൂടി വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.